Hi, thank you friends for joining in this live. We welcome you all to this live session. Thank you. Hi, Dilip. Hi, Shubhachaya. Morning. നമ്മൾ ലൈവിലാണ്, ഫേസ്ബുക്കിലാണ്. എങ്ങനെ തുടങ്ങുകയല്ലേ? തുടങ്ങി. അപ്പം ദൈവത്തിന്റെ തന്നെ നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എല്ലാ ഗ്ലോറിയസ് ഗോസ്പൽ പ്രേക്ഷകർക്കും സ്വാഗതം. ഓർത്തഡോക്സ് വിശ്വാസ സത്യങ്ങൾ എന്നുള്ളതിന്റെ മൂന്നാമത്തെ ലൈവാണ്. നമ്മൾ ലൈവിലാണ്. കഴിഞ്ഞ തവണ നമ്മൾ സംസാരിച്ച് നിർത്തിയത് പ്രാർത്ഥനകളെ കുറിച്ചായിരുന്നു. പ്രത്യേകിച്ച് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള പ്രാർത്ഥന അപ്പോസ്തോലിക സഭകൾ 2000 വർഷങ്ങൾ കൊണ്ട് ചൊല്ലി വരുന്ന ആ പ്രാർത്ഥന ഇന്നും യാതൊരു വ്യത്യാസവും കൂടാതെ നമ്മൾ ചൊല്ലി വരുന്നു. അപ്പം ശിവചായ, ഇന്ന് നമ്മൾ ആദ്യമായിട്ട് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത്, ഈ പ്രാർത്ഥിക്കുമ്പോൾ പൊതുവെ ഇന്ന് കേൾക്കുന്ന ഒരു പാറ്റേൺ എന്ന് പറയുന്നത് പ്രാർത്ഥിച്ച് കാര്യങ്ങൾ നേടുക എന്നുള്ള ഒരു മെത്തേഡാണ് പലരും പറഞ്ഞു കേൾക്കുന്നത്. അതായത് ദൈവത്തെ എങ്ങനെയെങ്കിലും പ്രസാദിപ്പിച്ചോ അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയുടെ ആ ഒരു തീക്ഷ്ണതയിൽ കാര്യങ്ങൾ നേടിയെടുക്കുക എന്നുള്ള ഒരു ചിന്തയാണ് പലപ്പോഴും പ്രാർത്ഥനയുടെ പുറകിലൊക്കെ കാണുന്നത്. പക്ഷെ പ്രാർത്ഥനയിൽ നമുക്കാണോ മാറ്റം വരുന്നത്, അതോ മാറ്റമില്ലാത്തവനായ ദൈവത്തിന് എന്തെങ്കിലും മാറ്റം വരുത്താനാണോ നമ്മുടെ പ്രാർത്ഥന? അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞു തുടങ്ങാം. ജാതീയമായ ഒരു സങ്കല്പമാണ് പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ മനസ്സിളക്കുക എന്നുള്ളത്. ഇപ്പൊ ചിലരുടെ പ്രാർത്ഥനയ്ക്ക് ശക്തി കൂടി കഴിയുമ്പോൾ ദൈവങ്ങള് പേടിക്കും, ഇനി ഞാനെങ്ങാം മാറിപ്പോയാലോ എന്ന് വിചാരിച്ച് അപ്പോൾ സുന്ദരികളായ സ്ത്രീകളെ അവരുടെ മുമ്പിൽ നൃത്തം ചെയ്യാൻ വേണ്ടി അയക്കുക. ഈ സ്ത്രീകളെ എന്ന് അവരുടെ മുമ്പിൽ നൃത്തം ചെയ്യുമ്പോൾ ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവന്റെ കോൺസെൻട്രേഷൻ പോകും. അല്ല, ഇങ്ങനെ ഈ പുരാണങ്ങളിലൊക്കെ നമ്മൾ കാണുന്ന കഥകളാണ്. അപ്പൊ ദൈവങ്ങളുടെ മനസ്സിനെ മാറ്റം വരുത്താൻ വേണ്ടി മനുഷ്യരിരുന്ന് പ്രാർത്ഥിക്കുക. അപ്പൊ അങ്ങനത്തെ ഒരു ധാരണയാണ്. പക്ഷേ നമ്മളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നവനാണ് രൂപാന്തരപ്പെടുന്നത്. പ്രയർ ട്രാൻസ്ഫോംസ് വൺ ഹു പ്രേ. പ്രാർത്ഥിക്കുന്നവനെ രൂപാന്തരപ്പെടുത്തുന്നതാണ് പ്രാർത്ഥന. അല്ലാതെ ദൈവത്തെ രൂപാന്തരപ്പെടുത്തുന്നതല്ല, ദൈവത്തെ മാനസാന്തരപ്പെടുത്തുന്നതുമല്ല. അതെ, അങ്ങനെ മാനസാന്തരപ്പെടുത്തുന്നതാണെങ്കിൽ ദൈവം അല്ലാതാ. മാനസാന്തരവും രൂപാന്തരവും മനുഷ്യനാണ് ആവശ്യം. ഇപ്പൊ പ്രാർത്ഥന എന്നത് ക്രിസ്തീയ ജീവിതത്തിലെ അനുപേക്ഷണീയ ഘടകമാണ്. ഈ പ്രാർത്ഥന കൊണ്ട് മനുഷ്യർക്കാണ് മാനസാന്തരവും രൂപാന്തരവും ഉണ്ടാകേണ്ടത്. അപ്പൊ പ്രാർത്ഥനയിൽ കൂടെ സംഭവിക്കുന്ന ആ പ്രോസസ്സ് ഒന്ന് ചുരുക്കത്തിലൊന്ന് പറയാമോ? അതായത് പ്രാർത്ഥനയിലൂടെ സംഭവിക്കുന്ന ഒരു കാര്യമേ ഉള്ളൂ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. അപ്പോ ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിക്കുക. അപ്പൊ അതിനകത്ത് നമുക്കാണ് മാറ്റം വരുന്നത്. ഈ ക്ഷമ എന്ന് പറയുന്നത് യേശു കർത്താവ് കുരിശിൽ വെച്ച് 7 മൊഴികളാണല്ലോ പറഞ്ഞേ. അതില് ഒന്നാമത് പറഞ്ഞ എന്താണെന്നറിയോ? ഒന്നാമത് പറഞ്ഞത് പിതാവ് ഇവരോട് ക്ഷമിക്കണമെന്ന്. അതാണ് ഫസ്റ്റ്. പിന്നെയാ ബാക്കിയെല്ലാം പറഞ്ഞു. അതായത് പലതും പറഞ്ഞു നോക്കി പിന്നെ നിവൃത്തിയില്ല വന്നിട്ട് ക്ഷമിക്കണമെന്ന് പറയല്ല. ആദ്യം ക്ഷമിക്കുകയാണ്. അപ്പൊ അനുരഞ്ജനത്തിലൂടെയാണ് ബലിയർപ്പണം. അപ്പൊ ക്രിസ്തു ആ ബലിയായിട്ട് വരുമ്പം ആദ്യമായിട്ട് തന്നെ ഇവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. അപ്പൊ അതുകൊണ്ടാണ് ക്രിസ്തു ഉയർത്തത്. ആ ക്ഷമിക്കാതെയാണ് ക്രിസ്തു മരിക്കുന്നതെങ്കിൽ ക്രിസ്തു ഉയർക്കത്തില്ല. അതാണ് ഉയർപ്പിന്റെ രഹസ്യം. കാരണം സ്നേഹത്തിൽ ആണ് ഉയർപ്പ്, അല്ലെ സ്നേഹത്തിലാണ് ജീവൻ. അതായത് 3L എന്ന് കേട്ടിട്ടുണ്ടോ ദിലീപ്?
3L എന്ന് പറഞ്ഞാൽ ജോണിന്റെ യോഹന്നാന്റെ സുവിശേഷം, ജോൺസ് ഗോസ്പലിന്, അതായത് 3L എന്ന് പറഞ്ഞാൽ ലവ്, ലൈറ്റ്, ലൈഫ്. ഇത് മൂന്നും കണക്റ്റഡാണ്. ലൈറ്റ് ആയത് ദൈവം സ്നേഹമാകുന്നു, സകല മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. ആ വെളിച്ചം മനുഷ്യരുടെ ജീവനായിരുന്നു. അപ്പൊ സ്നേഹം, വെളിച്ചം, ജീവൻ, അതാണ് ലവ്, ലൈറ്റ്, ലൈഫ്. ഇത് മൂന്നൂടെ കണക്റ്റഡ് ആണ്. ഗോഡ് ഈസ് ലൈറ്റ്, ദൈവം വെളിച്ചമാണ്, അടുത്തുകൂടാത്ത വെളിച്ചത്തിലാണ്. ഗോഡ് ഈസ് ലവ്, ഇൻ ഹിം ദർ ഇസ് ലൈഫ്, അവനിൽ ജീവനുണ്ട്. അപ്പൊ ഈ ജീവനുണ്ടെന്ന് പറയുന്നതും വെളിച്ചമുണ്ട്. ഇപ്പൊ തന്നെ പ്രപഞ്ചത്തിലെ ഈ ഭൂമിയിലെ മുഴുവൻ ജീവന്റെ സോഴ്സ് സൂര്യനല്ലേ. നമുക്ക് ആർക്കേലും അതായത് കത്തിജ്വലിക്കുന്ന സൂര്യനാണ് ഈ ഭൂമിയിലെ ജീവനെ നിർത്തുന്നത്. ഇപ്പൊ നമ്മൾ ഭൂമി കാണുന്ന പച്ച നിറത്തിലുള്ള ചെടിയാണെങ്കിലും, ഇഴഞ്ഞു നടക്കുന്ന പുഴുവാണെങ്കിലും, പറന്നു പോകുന്ന കഴുകനാണെങ്കിലും, ഇതിന്റെ എല്ലാം ലൈഫിന്റെ സോഴ്സ് സൂര്യനാണ്. അപ്പൊ സൂര്യനിൽ നിന്നാണ് ഈ ജീവൻ വരുന്നത്. അത് വെളിച്ചമാണ്. സകല മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. ആ വെളിച്ചം മനുഷ്യരുടെ ജീവനായിരുന്നു. അപ്പം ആ ജീവൻ ലവ്, സ്നേഹമാണ്. അപ്പം നീതി രവിയെ കുരിശിൽ തൂക്കി നമ്മൾ ഈ ദുഃഖവെള്ളിയാഴ്ച പാടുന്നൊരു പാട്ടുണ്ടല്ലോ, നീതി മഹാരവി. അപ്പം ഈ സൂര്യനാണ്, ഈ വെളിച്ചമാണ് ആ കുരിശിൽ കിടക്കുന്നത്. അപ്പൊ ആദ്യം പ്രാർത്ഥിക്കുകയാണ്, പിതാവേ ഇവരോട് ക്ഷമിക്കണമേ. അല്ലാതെ കുറച്ച് കഴിഞ്ഞിട്ട് ഒരു 4ാമത്തെ മൊഴിയായിട്ടോ 5ാമത്തെ മൊഴിയായിട്ടോ ഒന്നും അല്ല. ആദ്യത്തെ സ്റ്റെപ്പ്. ഇത് നമ്മളൊക്കെ സാധാരണ ആണെങ്കിൽ പിന്നെ ഒരു നിവൃത്തിയില്ല, എന്നാ പിന്നെ ക്ഷമിച്ചേക്കാം, കുറെ സ്റ്റെപ്പൊക്കെ കഴിഞ്ഞിട്ട് വരും അല്ലേ. പക്ഷെ യേശു കർത്താവ് ആദ്യം കൊണ്ട് വെക്കുന്നത് എന്താണ്? ക്ഷമയാണ്. അപ്പൊ ഈ ക്ഷമിക്കുന്നവൻ മാത്രമേ ഉയർക്കത്തുള്ളൂ. ഈ ക്ഷമിക്കാതെ മരിക്കുന്നവൻ ഉയർക്കത്തില്ല. ക്ഷമിക്കാതെ മരിക്കുക. അപ്പൊ ഇത് റിസറക്ഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇത് കിടക്കുന്നത്. ഒത്തിരി പേർക്ക് ഇതിന്റെ ഗൗരവം മനസ്സിലാകുന്നില്ല. അപ്പൊ ഈ വഴക്ക് പിടിച്ച് മരിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ ക്ഷമിക്കാതെ മരിക്കുന്ന, അത് ഇപ്പം മെത്രാനാണെ പോലും ഉയർക്കത്തില്ല. മനസ്സിലായില്ലേ? ഒരു മനുഷ്യനും ഉയർക്കത്തില്ല എന്നുള്ളതാണ് അതിന്റെ അപകടം. അത് പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ഒരു ലൈവിനകത്ത് നമ്മുടെ ഈ യാമ പ്രാർത്ഥനകളെ കുറിച്ച് പറഞ്ഞപ്പോൾ, ഒരു യാമം എന്ന് പറയുന്നത് 3 മണിക്കൂറാണല്ലോ. അപ്പോൾ ഒരു യാമം കഴിഞ്ഞിട്ട് അടുത്ത യാമം എന്ന് പറയുന്നത് 3 മണിക്കൂറിന്റെ വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സുറിയാനിക്കാരന് ആരോടെങ്കിലും എന്തെങ്കിലും ദേഷ്യമുണ്ടെങ്കിൽ ആ 3 മണിക്കൂറിനുള്ളിൽ അത് തീർത്തിരിക്കണം. കാരണം അയാൾ അടുത്ത യാമപ്രാർത്ഥന എല്ലാം പോവുക. അതല്ലേ യേശു കർത്താവ് 3 മണിക്കൂർ കുരിശി കിടന്ന് നമ്മൾ പറയുന്നേ. 3 മണിക്കൂർ കറക്റ്റ്. അപ്പൊ ഞാനത് പറഞ്ഞപ്പോ ചില ആളുകൾ ഒബ്ജക്ഷൻ പറഞ്ഞു. കാരണം കർത്താവിനെ ക്രൂശിച്ച രാവിലെ 9 മണിക്കാണ്, വൈകുന്നേരം 3-നാണല്ലോ കുരിശ ജീവനെ വിടുന്നേ. അപ്പൊ കർത്താവ് 6 മണിക്കൂർ കുരിശെ കടന്നില്ലേ? അപ്പൊ പിന്നെ ഞാൻ എന്തിനാ ലൈവിൽ 3 മണിക്കൂർ എന്ന് പറഞ്ഞത്? ഒരുപാട് ആളുകൾ എനിക്ക് മെസ്സേജ് അയച്ചു. അതിന് 6 മണിക്കൂർ 3 മണിക്കൂർ. കാരണം ഈ 3 മണിക്കൂറാണ് ഏദൻ തോട്ടത്തില് ആദം പാപം ചെയ്തതിന് ശേഷം നിന്നത്. ഇത് നമ്മുടെ പിതാക്കന്മാരുടെ ഒരു പ്രബോധന. അത് 3 മണിക്കൂർ കഴിഞ്ഞപ്പോ ഇറക്കി വിട്ടു. അതായത് ഏദൻ തോട്ടത്തിൽ ആദം 3 മണിക്കൂറേ ഉണ്ടായിരുന്നുള്ളൂ പാപം ചെയ്തതിന് ശേഷം. അതുപോലെ ക്രിസ്തു കുരിശിൽ കിടക്കുമ്പോ ഇരുട്ടുണ്ടാകുന്നുണ്ട്. ഉച്ചയ്ക്ക് 12 മണിക്ക് 3-ന് മരിച്ചു. ആ ഇരുട്ടത്ത് 3 മണിക്കൂറാ കടന്നേ. 6 മണിക്കൂർ ടോട്ടൽ കടന്നെങ്കിലും 3 മണിക്കൂർ വെളിച്ചത്തിലായിരുന്നു, 3 മണിക്കൂർ ഇരുട്ടില്ല. ആ 3 മണിക്കൂറിനെ കുറിച്ചാണ് ഈ പിതാക്കന്മാർ പറയുന്നത് 3 മണിക്കൂർ കിടന്നു എന്ന്. ടോട്ടൽ കിടന്നല്ല. അപ്പൊ
അപ്പൊ നമുക്കൊരു വാക്യം വായിക്കാം. കാരണം നമ്മുടെ ഈ പെന്തക്കോസ്റ്റൽ സുഹൃത്തുക്കൾ നമ്മളെ കാണുന്നുണ്ട്, അവർക്ക് വാക്യം ഇല്ലെങ്കിൽ എന്തോ പോലെയാ. നമുക്ക് വായിക്കാം. 1 ജോൺ വായിക്കാം. യോഹന്നാൻ ശ്ലീഹ എഴുതിയ 1-ാം ലേഖനം, 1 യോഹന്നാൻ. രണ്ടിന്റെ 9. വെളിച്ചത്തിൽ ഇരിക്കുന്നു എന്ന് പറയുകയും സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്നവൻ ഇന്നയോളം ഇരുട്ടിൽ ഇരിക്കുന്നു. ഇതാണ് ഞാൻ ലവും ലൈറ്റും ആയിട്ടുള്ള കണക്ഷൻ പറയുന്നത്. ഇനി അടുത്ത വാക്യം കൂടെ വായിക്കും. അടുത്ത വാക്യം, സഹോദരനെ സ്നേഹിക്കുന്നവൻ വെളിച്ചത്തിൽ വസിക്കുന്നു. കണ്ടോ? ഇനി അടുത്ത വാക്യം വായിച്ചു. 11. സഹോദരനെ പകയ്ക്കുന്നവനോ ഇരുട്ടിൽ ഇരിക്കുന്നു. ഇരുട്ടിൽ നടക്കുകയും ചെയ്യുന്നു. ഇരുട്ട് അവന്റെ കണ്ണ് കുരുടാക്കുകയാൽ എവിടേക്ക് പോകുന്നു എന്ന് അവൻ അറിയുന്നില്ല. വായിക്കട്ടെ, അടുത്ത വായിച്ചു. കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് അവന്റെ നാമനിമിത്തം പാപങ്ങൾ മോചിച്ചിരിക്കാൻ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു. എന്താണ് ഈ പാപമോചനം? ഈ പാപമോചനം എന്ന് പറഞ്ഞാൽ അനുരഞ്ജനമാണ്. അപ്പൊ ക്രിസ്തുവിന്റെ നാമം നിങ്ങളെ യുണൈറ്റ് ചെയ്യിച്ചിരിക്കാൻ ഞാൻ ഇത് നിങ്ങൾക്ക് എഴുതുന്നു. പാപമോചനം എന്ന് പറഞ്ഞാൽ അനുരഞ്ജനമാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പം അന്യന്റെ ഭാര്യയെ മോഹിക്കരുത്, അല്ലെങ്കിൽ വ്യഭിചാരം ചെയ്യരുത്, കൊല ചെയ്യരുത്, മോഷ്ടിക്കരുത്. ഇപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടാണ് ഈ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആകുന്നത്. അപ്പൊ റിലേഷൻഷിപ്പ് റീ എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോൾ അവിടെ എന്തുണ്ടായി? പാപമോചനം ഉണ്ടായി. ഹീൽ ദ റിലേഷൻഷിപ്സ്. ഇപ്പൊ ഞാൻ പറഞ്ഞു മനസ്സിലായി. അതായത് ബ്രോക്കൺ റിലേഷൻഷിപ്പ് ആണ് പാപമാണ്. അപ്പൊ പാപം എന്ന് പറഞ്ഞാൽ എന്താന്ന് ആദ്യം മനസ്സിലാക്കണം. ഇപ്പം നമ്മളിപ്പോ മലങ്കര സഭയെ സംബന്ധിച്ച് നോക്കി കഴിഞ്ഞാൽ അത് ബ്രോക്കൺ റിലേഷൻഷിപ്പാണ്. സംശയമില്ല. അപ്പൊ ആ ബ്രോക്കൺ റിലേഷൻഷിപ്പ് they all are under sin. അവരെല്ലാം പാപത്തിലാണ് ഇരിക്കുന്നത്. അത് നമ്മുടെ ഈ വിശുദ്ധ കുർബാനയില്, ഈ വിശുദ്ധ കുർബാന എന്താണെന്നുള്ളത് പറയുന്നത് അനുഗ്രഹങ്ങളും സമാധാനവും ബലിയും സ്തോത്രവും ആകുന്നു എന്നുള്ളത്. അതിനകത്ത് ഈ അനുഗ്രഹങ്ങളും സമാധാനവും ദൈവത്തിൽ നിന്നും ബലിയും സ്തോത്രവും മനുഷ്യരിൽ നിന്നും വരണം. അപ്പൊ ഈ ബലി അർപ്പിക്കുവാൻ പോകുമ്പോൾ കർത്താവ് പ്രത്യേകിച്ച് ഒരു കാര്യം പറയുന്നുണ്ട്. സഹോദരന് നിന്നോട് എന്തെങ്കിലും ഉണ്ടെന്ന് നിനക്ക് തോന്നിയ, സഹോദരന് നിനക്ക് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതല്ല ചോദ്യം. സഹോദരന് നിന്നോട് എന്തെങ്കിലും ഉണ്ടെന്ന് നിനക്ക് തോന്നിയാൽ ആദ്യം ആ ബലിവസ്തു അവിടെ വെച്ചിട്ട് ഒന്നാമത് അവനോട് പോയിട്ട് നിരന്നിട്ട് വേണം ബലി അർപ്പിക്കാൻ എന്ന് വ്യക്തമായിട്ട് അവിടെ പറയുന്നു. അപ്പം മറ്റുള്ളവരുമായിട്ടുള്ള അനുരഞ്ജനമില്ലാതെ നമ്മൾ വിശുദ്ധ കുർബാനയെ സംബന്ധിക്കുവാനോ പ്രാർത്ഥിക്കുവാനോ ഒരു യാമപ്രാർത്ഥന നടത്തുവാൻ പോലും, അല്ല സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥന പോലും ചൊല്ലാനായിട്ട് നമുക്ക് കഴിയില്ല എന്നുള്ളതാണ് സത്യം. അതെ. അപ്പൊ നമുക്ക് ആ ഇപ്പം വായിച്ച ആ ലേഖനം ഉണ്ടല്ലോ, അതിന്റെ 3-ാം അധ്യായം എടുക്കാവേ. അതിന്റെ 3-ാം അധ്യായം എടുത്തിട്ട് 14-ാം വാക്യം ഒന്ന് വായിക്കാം. വായിച്ചോട്ടെ. നാം മരണം വിട്ട് ജീവനിൽ കടന്നിരിക്കുന്നു എന്ന് സഹോദരന്മാരെ സ്നേഹിക്കുന്നതിനാൽ നമുക്കറിയാം. കണ്ടോ? ഇപ്പം ലൈഫും ലവും ആയിട്ട് കണക്ട് ആയി. 2-ാം അധ്യായത്തിൽ ലൈറ്റും ലവും ആയിട്ടായിരുന്നു. ലൈറ്റും ലൈഫും, ഇവിടെ ലവും ലൈഫും ആയി. അപ്പൊ സ്നേഹിക്കുന്നവൻ ജീവനിൽ കടന്നിരിക്കുന്നു. അപ്പൊ ക്രിസ്തുവിന്റെ ഒന്നാമത്തെ കുരിശിൽ കടന്നുള്ള ആ സ്റ്റേറ്റ്മെന്റ് താൻ ജീവനിൽ കടന്നിരിക്കുന്നു എന്നുള്ളതിന്റെ പ്രഖ്യാപന. അപ്പൊ ക്രിസ്തു പറയാണ്, പിതാവേ ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറയുമ്പം അതിന്റെ അർത്ഥം അബണ്ടൻസ് ഓഫ് ലൈഫ് ഈസ് ഇൻ ഹിം. ജീവന്റെ സമൃദ്ധി അവനിലുണ്ട്. എന്നിട്ട് യേശു പറയാ, നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകാനും സമൃദ്ധിയായ ജീവൻ ഉണ്ടാകാനുമാണ് ഞാൻ വന്നത്.
അപ്പൊ ക്രിസ്തുവിൽ ആ ജീവന്റെ സമൃദ്ധിയുടെ വെളിപ്പാടാണ് കുരിശിലെ ഒന്നാമത്തെ മൊഴി. പിതാവ് ഇവരോട് ക്ഷമിക്കണം. ഇനി ആ ലൈഫ്, ആ ലൈറ്റ്, ആ ലവ് നമ്മിൽ വരാനാണ് ഈ സ്വർഗസ്ഥനായ പിതാവ് എന്നുള്ള പ്രാർത്ഥന നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ അവിടെയാണ് നമ്മളെ കൊണ്ട് കെട്ടിവെച്ചിരിക്കുന്നത്. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണം. അതിന്റെ തൊട്ട് അപ്പുറത്തെ വാക്യം കൂടെ ഒന്ന് വായിച്ചേക്കാം ചോദിച്ചാൽ, സ്നേഹിക്കാത്തവൻ മരണത്തിൽ വസിക്കുന്നു. ഇവിടെ എനിക്ക് തോന്നുന്നു ഇവിടെ പറഞ്ഞിരുന്നത് സ്നേഹിക്കാത്തവൻ ഇരുട്ടിൽ ഇരിക്കുന്നു എന്ന് വ്യക്തമായിട്ട് പറയുന്നു. ഇവിടെ പറയുന്നു സ്നേഹിക്കാത്തവൻ മരണത്തിൽ വസിക്കുന്നു. നേരെ ഓപ്പോസിറ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മരണം ഇരുട്ടാണ്. അപ്പൊ ഇത്രേ ഉള്ളൂ. ആ 3 എല്ല് നമ്മൾ ഓർത്തിരിക്കുക. 3 എല്ലും ഇല്ലാത്ത ആളുകളുണ്ട്. ഒരെല്ലുണ്ടെങ്കിൽ മറ്റേ 2 എല്ലും ഓട്ടോമാറ്റിക്കായിട്ട് വരും. ഒരെല്ലായിട്ട് വരത്തില്ല. ഒന്നുകിൽ 3 എല്ലും കാണും, അല്ലെങ്കിൽ ഒരെല്ലും കാണത്തില്ല. പ്രത്യേകിച്ച് എല്ല് നമുക്ക് ആവശ്യമുണ്ടെന്ന് തോന്നുന്നല്ലേ? മലങ്കരയിൽ പ്രത്യേകിച്ച് എല്ലിന്റെ ആവശ്യം. എല്ലില്ലാത്തവൻ മാറും. ഓക്കെ, അടുത്ത വിഷയം എന്നതാണ്? ഷുജ, ഇതിനകത്ത് തന്നെ കുറെ കാര്യങ്ങളോട് ഒന്ന് ടച്ച് ചെയ്യുക. കാരണം ഇത് അനേകർക്ക് താല്പര്യം ഉള്ളത് കൊണ്ട് ഇതൊരു നമ്മുടെ ഈ പ്രുമിയോനുകളും സെതറകളും എനിക്ക് തോന്നുന്നു മലങ്കരയിൽ പൊതുവെ കണ്ടുവരുന്ന പ്രവണത എന്ന് പറയുന്നത് ബൈബിൾ വാക്യങ്ങളുടെ ബേസിലാണ് എല്ലാവരും പ്രസംഗിക്കുന്നത്. പക്ഷെ വളരെ വ്യത്യസ്തമായ രീതിയിൽ ഷിബുചാൻ ചെയ്ത ഒരു കാര്യം മലങ്കര സുറിയാനി സഭയുടെ അല്ലെങ്കിൽ സുറിയാനി സഭയുടെ പ്രുമിയോനുകളും സെതറകളും അതിനെ ബേസ് ചെയ്തുകൊണ്ട് പഠിപ്പിക്കുന്ന ഒരു രീതി ഷിബുചാൻ കൊണ്ടുവന്നായിരുന്നു. അത് പ്രത്യേകിച്ച് ഞാൻ ഓർക്കുന്നത് നമ്മുടെ പെന്തിക്കോസ്തിയുടെ പ്രുമിയോൻ, അതിനകത്ത് തൃത്വം എന്താണെന്നും അത് കൃത്യമായിട്ട് പിതാക്കന്മാർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അത് കേൾപ്പിക്കുന്ന ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ ദൈവം ആരാണെന്നും ക്രിസ്തു ആരാണെന്നും അവന്റെ ഇൻകാർണേഷൻ പ്രത്യേകിച്ച് ഇതൊക്കെ അറിഞ്ഞിട്ട് പ്രാർത്ഥിക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമല്ല. അല്ലെങ്കിൽ എവിടെയും കയറി ആരുടെ കൂടെയും കയറി വേണമെങ്കിൽ പ്രാർത്ഥിച്ചാലും കുഴപ്പമില്ല എന്നുള്ള ഒരു ധാരണ പലർക്കും ഉണ്ട്. അവരും പ്രാർത്ഥിക്കുകയല്ലേ, ഇവരും പ്രാർത്ഥിക്കുകയല്ലേ, നമുക്കും കൂടെ പ്രാർത്ഥിച്ചേക്കാം. പക്ഷെങ്കിൽ ദൈവം ആരാണെന്നും ക്രിസ്തു ആരാണെന്നും ഉള്ള ആ ഒരു നമ്മുടെ പ്രുമിയോൻ സെതറ നമ്മുടെ പ്രാർത്ഥനകളിൽ വ്യക്തമായിട്ടും പറഞ്ഞതിന് ശേഷമാണല്ലോ ആ പ്രാർത്ഥന വരുന്നത്. അതിനെക്കുറിച്ച് നമ്മൾ ആമോസിന്റെ പുസ്തകം 3-ാം അധ്യായം 3-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. അവിടെ അതിനകത്ത് ഒരു കീ കിടക്കും. ആമോസ് 3:3. അതെ, 2 പേർ തമ്മിൽ ഒത്തിട്ടല്ലാതെ ഒരുമിച്ച് നടക്കുമോ? ഒരുമിച്ച് നടക്കണമെങ്കിൽ അവർ തമ്മിൽ ഒക്കണം. അപ്പൊ നമ്മുടെ ഈ ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാല് അതൊരു തീർത്ഥയാത്രയാണ്, അല്ലേ? തീർത്ഥാടക സമൂഹം എന്നാ പറയുന്നത്. ഈ തീർത്ഥാടക സമൂഹത്തിൽ ഒരു യോജിപ്പുണ്ടായിരിക്കണം. അത് തിയോളജിക്കൽ എഗ്രിമെന്റ് അല്ലേ? അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് ലിറ്റർജിക്കൽ തിയോളജി ഉള്ളത്. ഈ വിശ്വാസ പ്രമാണം മാത്രമല്ല, എത്ര വിശ്വാസ പ്രമാണങ്ങൾ ഈ വിശുദ്ധ കുർബാനക്കകത്തുണ്ടെന്നറിയോ? നമ്മുടെ നിത്യപ്രാർത്ഥനയിലെ നമസ്കാരങ്ങൾക്കകത്ത് എത്ര വിശ്വാസ പ്രമാണം, അതായത് സർവശക്തിയുള്ള പിതാവായി എന്നുള്ളത് മാത്രമല്ല, അല്ലാതെ ഒരുപാട് മൈനർ ക്രീഡ്സ് ഉണ്ട്. ഞങ്ങൾ വിശ്വസിക്കുകയും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു, ഞങ്ങൾ നോക്കി പാർത്തുകൊണ്ടിരിക്കുന്നു, ഒരുപാട് കൺഫെഷൻസ് ആണ്. അപ്പം എ ബ്യൂട്ടിഫുൾ സീക്വൻസ് ഓഫ് കൺഫെഷൻസ് ആണ് നമ്മുടെ വിശുദ്ധ കുർബാന എന്ന് പറഞ്ഞാൽ. അതുപോലെ ഒരെണ്ണം ലോകത്തില്ല. ഇപ്പൊ ചില ആളുകൾ പറയും വചനമില്ല. അതായത് ഈ നിക്യാ വിശ്വാസ പ്രമാണം തന്നെ ചൊല്ലിത്തീരുമ്പം 700-ലധികം ബൈബിൾ വാക്യങ്ങളെ കണക്റ്റഡ് ചെയ്യുക. മോർ ദാൻ 700 ബൈബിൾ വേഴ്സസ് ആണ് കണക്റ്റഡ് ആകുന്നത് ഒറ്റ വിശ്വാസ പ്രമാണം ചൊല്ലുമ്പോൾ. അപ്പൊ ഒരു വിശുദ്ധ കുർബാന നമ്മൾ നമസ്കാരം മുതൽ കുർബാന തീർന്ന് ഇറങ്ങുന്ന സമയത്ത് 1000-ലധികം ബൈബിൾ വാക്യങ്ങളിലൂടെ നമ്മൾ സഞ്ചരിച്ചു കഴിഞ്ഞു.
ആ. മനസ്സിലായോ? അതെ. അപ്പൊ ഞാൻ എപ്പോഴും പറയുന്ന ഉദാഹരണം പോലെ തേങ്ങ അരച്ച കറി, തേങ്ങ വറുത്തരച്ച കറി, തേങ്ങ കൊത്തിട്ട ബീഫ്, പിന്നെ തേങ്ങാ പാൽ ഒഴിച്ച മപ്പാസ്, പിന്നെ കരിക്കും വെള്ളം കുടിക്കാൻ. നമ്മൾ തേങ്ങയുടെ എന്തുമാത്രം ബെനിഫിറ്റ് കിട്ടി. ആ. എന്നിട്ട് ഈ ഭക്ഷണം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ പറയാ തേങ്ങയുടെ ഒന്നും കിട്ടിയില്ല, തേങ്ങ കണ്ടില്ല. കാരണം ഇവരെ സംബന്ധിച്ച് ഈ ചിരട്ട വെച്ച് നല്ല ഏറ് കിട്ടിയെങ്കിൽ തേങ്ങയ്ക്ക് തലയ്ക്ക് അടിക്കും, തേങ്ങയായിട്ട് തന്നെ കിട്ടണം. അതാണ് ഈ ബൈബിൾ വാക്യം വേണം എന്നീ പറയുന്നത്. കോക്കനട്ട് ബർഫിയൊക്കെ ഇങ്ങനെ ഭരണിക്കകത്ത് വെച്ചിരിക്കുകയാണ്. കോക്കനട്ട് ബർഫി ഇല്ലേ? ബർഫി നിങ്ങൾ പൂനെയിലില്ലേ ബർഫി? ആ, അപ്പൊ അത് നല്ല രസമാണ്. മക്രൂൺസ് ബിസ്ക്കറ്റ് ഉണ്ടല്ലോ, കോക്കനട്ട് മക്രൂൺസ്. അപ്പൊ അതൊക്കെ ഇങ്ങനെ നല്ല ടേസ്റ്റാണ്. അപ്പൊ ഈ നമ്മുടെ കുക്കിലിയൻ എന്നൊക്കെ പറഞ്ഞാൽ നിന്നാൾ സ്തുതിയൊടു രാജമകൾ, ഇത് അത് 45-ാം സങ്കീർത്തനല്ലേ? അപ്പൊ അതുപോലെ സങ്കീർത്തനങ്ങള്, എത്ര സങ്കീർത്തനങ്ങള്, പ്രവചനങ്ങള്, ലേഖനങ്ങൾ, ഇതെല്ലാം വരിക ഈ പ്രാർത്ഥനയ്ക്കകത്തും പാട്ടിനകത്തും. പക്ഷെ അവസാനം പറയുന്നത് അവിടെ ബൈബിളും ഇല്ല, വാക്യവും ഇല്ല. ഇവിടെ ഇതെന്ന് വെച്ചാൽ അബദ്ധം പറയുന്നതാണ്. ബൈബിൾ ഭയങ്കര എക്സ്പോസിഷനാണ് പറയുന്നത്. നമുക്ക് നമ്മുടെ ആ പിന്നെ ലിറ്റാർജിയുടെ ആ ശ്രേഷ്ഠത മനസ്സിലാക്കാൻ പരാജയപ്പെട്ടു പോയി. ആ സംഭവിച്ചു. തിയോളജിക്കൽ നമ്മുടെ വിശുദ്ധ കുർബാനയില് പ്രത്യേകിച്ച് ആ ഒരു 2-ാം ഭാഗം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു പുരോഹിതനൊരു പ്രാർത്ഥന ചൊല്ലുന്നുണ്ടല്ലോ. മാലാകമാർ, പ്രധാന മാലാകമാർ, 6 ചിറകോട് കൂടിയ ക്രോബേന്മാർ, സ്ട്രോപ്പേന്മാർ തുടങ്ങിയ അദൃശ്യരും അസംഖ്യരുമായ സ്വർഗീയ സേനകൾ അടങ്ങാത്ത വായുകളോടും അവർണ്ണനീയമായ ശബ്ദങ്ങളോടും കൂടെ നൃത്തസ്തുതികൾ അട്ടഹസിക്കുന്നവനെ നമുക്ക് മഹത്വപ്പെടുത്താമെന്ന് പറയുന്നു. അത് ശരിക്കും പറഞ്ഞാൽ യെശയ്യാ പ്രവാചകൻ കണ്ടത് ആ ദർശനമാണ്. പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ആ ദർശനം. പിന്നെ പത്മോസ് ദ്വീപിൽ വെച്ച് യോഹന്നാൻ അപ്പോസ്തലൻ കണ്ട ആ വെളിപ്പാടുമുണ്ട്. അതെല്ലാം ചേർത്താണ് പിതാക്കന്മാരെ ഈ വിശുദ്ധ കുർബാനയിൽ അത് ക്രോഡീകരിച്ച് ചേർത്തിരിക്കുന്നത്. എങ്കിൽ അത് അവിടെ നിൽക്കുന്നവർ വിചാരിക്കും അനേകം കണ്ണുകളുള്ള ക്രൂവന്മാർ, കാലുകളും മുഖവും മൂടിക്കൊണ്ട് പരസ്പരം പറഞ്ഞെന്ന് കാദീഷ് പാടുന്ന 6 ചിറകുള്ള ശ്രോപ്പന്മാർ തുടങ്ങിയ ശരീരികളും അശരീരികളുമായ സ്വർഗീയ സേനകൾ മഹത്വപ്പെടുത്തുന്നവനെ നമുക്കും മഹത്വപ്പെടുത്താം. അപ്പോൾ ആ പ്രാർത്ഥന, അല്ലെങ്കിൽ ആ ഒരു മനോഹരമായ പ്രാർത്ഥന, എനിക്കൊന്ന് അതിന്റെ ഇത് ബൈബിളിൽ നിന്നും എടുത്തിരിക്കുന്ന കാര്യമാണെന്നുള്ളതൊന്നും പലർക്കും അറിയാൻ മേല. ഇതൊക്കെ വേറെ എവിടുന്നോ പിതാക്കന്മാർ സ്വയം എഴുതി ചേർത്താണെന്നൊക്കെ പറയുന്നു. എനിക്ക് തോന്നുന്നു അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ വിശ്വാസികൾക്ക് അറിയാൻ മേലാഞ്ഞിട്ട് സംഭവിക്കുന്നതാണ്. പക്ഷെ നമ്മുടെ ഈ 7 യാമങ്ങളുടെ ഒരു ചെറിയൊരു വിശദീകരണം ചെറുതായിട്ട് നമുക്കൊന്ന് പറയാം. കാരണം അത് പ്രത്യേക ലൈവുകൾ അതിനുവേണ്ടി ചെയ്തിട്ടുണ്ട്. എങ്കിലും ഈ 7 യാമങ്ങളെ കുറിച്ചും വിത്ത് വിധേയമായിട്ടൊന്ന് ബന്ധപ്പെട്ട് ഒന്ന് പറയാൻ പറ്റുമോ? വിത്ത് വിധേയമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെയാ പറയുന്നത്? ദിലീപിന് അറിയാമോ? ഇല്ല, ഷുവിച്ചാൻ തന്നെ പറയുന്നതായിരിക്കും. അല്ല, അത് ഈ വിത്ത് വിതയ്ക്കുന്നവൻ ഉറങ്ങി ഉണർന്നെഴുന്നേറ്റ് കഴിയുമ്പോൾ അതിന് ഫലം വരികയാണ്. അപ്പൊ വിത്തിന്റെ മുള പൊട്ടി അത് പിന്നെ സസ്യമായി, പിന്നെ കതിരായി, അവസാനം അത് കൊയ്തെടുക്കുന്നവരെ ഈ പല സ്റ്റേജുകളാണ്. അതുകൊണ്ടാണ് നമ്മുടെ ആ പ്രാർത്ഥനയ്ക്ക് ആ സ്റ്റേജ് വന്നിട്ട് ലാസ്റ്റ് പിന്നെ 9 മണിയുടെ നമസ്കാരം വരുമ്പോഴേക്കും പിന്നെ നമ്മൾ മരിച്ചവരെ ഓർത്ത് അവസാനിപ്പിക്കുക. അപ്പൊ ഒരു മനുഷ്യന്റെ ലൈഫ്, ഒരു ശിശു ഉണ്ടായി, ആ ശിശു വളർന്നു, പല സ്റ്റേജിൽ കൂടെ അവന് ശൈശവം, ബാല്യം, കൗമാരം, യൗവനം, മധ്യവയസ്സ്, വാർദ്ധക്യം, ഇങ്ങനെ കഴിഞ്ഞ് ആ ആള് മരിച്ച് കല്ലറയിലേക്ക് പോയി പുനരുത്ഥാനത്തിന് വേണ്ടി കാത്ത്. അതായത് ഈ കറ്റ കളത്തിൽ അടുക്കി വെക്കുന്നത് പോലെ നീ പൂർണ്ണ വാർദ്ധക്യത്തിൽ കല്ലറയിൽ അടക്കപ്പെടും
എന്നൊരു ബൈബിൾ വാക്യമുണ്ട്. ഓക്കെ. അപ്പൊ ഈ മനുഷ്യ ജീവിതമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ കൃഷി നിൽക്കുന്നത്. ഒരു വിത്ത് വീണു, ആ വിത്ത് മുള പൊട്ടി, ആ വിത്ത് കിളിർത്തു. അപ്പൊ നമ്മളൊരു ഒരു നെൽച്ചെടിയെ നോക്കിക്കഴിഞ്ഞാൽ നെൽച്ചെടി ഇങ്ങനെ കിളിർത്ത് പൊങ്ങി, അത് പിന്നെ അതിന് കതിര് വന്നു, ആ കതിര് വിളഞ്ഞു, അവസാനം അത് കൊയ്യാൻ സമയമായി. അതുപോലെയാണ് ഒരു മനുഷ്യ ജീവിതവും. മനുഷ്യ ജീവിതവുമായിട്ടും കമ്പയർ ചെയ്താണ് ഈ 7 യാമങ്ങള് പ്രാർത്ഥന നിൽക്കുന്നത്. പക്ഷെ അതിനകത്ത് 8ാമത് ഒരു യാമം ഉണ്ടല്ലേ? അപ്പം ഈ 7 യാമങ്ങൾ എന്നുള്ളത് 7 × 3 21 മണിക്കൂറേ ആവുന്നുള്ളൂ. അവസാനത്തെ ഒരു 3 മണിക്കൂർ 8ാമത്തെ ഒരു യാമം ഉണ്ടപ്പോ 24 മണിക്കൂറാകുമ്പോൾ 8 യാമം വരണ്ടേ. പക്ഷെ നമ്മൾ 7 യാമം ഒബ്സർവ് ചെയ്യത്തുള്ളൂ. 8ാം യാമത്തെ വിട്ട് കളയാണ്. 8ാം യാമം കർത്താവിന്റെ വരവാണ്. അത് വലിയൊരു പ്രത്യാശയാണത്. അതെ. അപ്പൊ നമ്മുടെ പ്രാർത്ഥനയുടെ എനിക്ക് ഒരു പൊതു സ്വഭാവം എന്ന് പറയുന്നതും അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നില്ല. ആദ്യം ആ സൃഷ്ടിയുടെ അതിൽ തുടങ്ങി ഇനി കർത്താവിന്റെ 2ാമത്തെ വരവിൽ നമ്മുടെ വിശ്വാസ പ്രമാണമാണെങ്കിലും നമ്മുടെ പ്രാർത്ഥനകളുടെ ഒരു പൊതു സ്വഭാവം നോക്കിയാലും ആ 2ാമത്തെ വരവിന് വേണ്ടിയിട്ടുള്ള ആ നോക്കിപ്പാർക്കലിലാണ് അവസാനം കൊണ്ട് നിർത്തുന്നത് എന്ന് പറയുന്നതിൽ തെറ്റുണ്ടോ? ഇല്ല, അങ്ങനെ തെറ്റില്ല. നമ്മുടെ വിശ്വാസ പ്രമാണവും അങ്ങനെയാണല്ലോ. വിശ്വാസ പ്രമാണവും ക്രിയേഷൻ എന്നാ തുടങ്ങുന്നത്. സർവശക്തിയുള്ള പിതാവായി ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്ന സകലത്തിന്റെയും സൃഷ്ടാവായ അപ്പൊ ക്രിയേഷനാണ് തുടങ്ങുന്നത്. ലാസ്റ്റ് തീരുമ്പം സെക്കൻഡ് കമ്മിങ് ആണ് കൊണ്ട് നിർത്തുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഈ 7 യാമങ്ങള് കർത്താവിന്റെ കഷ്ടാനുഭവമായിട്ടും ബന്ധപ്പെടുത്തിക്കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടല്ലോ. അതും അതിന്റെ ഒരു ഭാഗമാണല്ലോ. അത് അങ്ങനെ ഈ സൺഡേ സ്കൂളുകാരുടെ ബുക്കിനകത്തൊക്കെ കാണാം അങ്ങനെ 7 യാമമായിട്ട് കണക്ട് ചെയ്ത് എഴുതിയിരിക്കുന്നു. അത് പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ദൈവമാതാവിനോടുള്ള എനിക്ക് മധ്യാഹ്നമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് പുരുഷന്റെ ചോട്ടിൽ നിൽക്കുന്നതിന്റെ ആ ഒരു അതുകൊണ്ട് ബന്ധപ്പെടുത്തിക്കൊണ്ടാണെന്ന് തോന്നുന്നു മാസത്തിന്റെ പകുതിക്ക് August 15 അല്ലെങ്കിൽ ബുധനാഴ്ച അങ്ങനെയുള്ള സമയങ്ങളിൽ ദൈവമാതാവിനോടുള്ള പ്രാർത്ഥനകൾ പ്രത്യേകമായി. നടുവിൽ എപ്പോഴും മാതാവാണ്. ഈ ആഴ്ചയുടെ മധ്യമാണ് ബുധനാഴ്ച മാതാവിന്റെ ദിവസമാണ്. അന്ന് മാതാവിന്റെ നോയമ്പെടുക്കും. അതുപോലെ മാസത്തിന്റെ പകുതിയില്ല മിക്ക മാതാവിന്റെ പെരുന്നാൾ. August 15, ജൂൺ 15, മെയ് 15, പിന്നെ ജനുവരി 15 പകുതിക്കാണല്ല, കൃത്യം മധ്യത്തിലാണ്. അപ്പൊ നമ്മൾ ദൈവമാതാവ് എന്ന് പറയുമ്പോൾ അത് മനുഷ്യവർഗത്തെയാണ് പ്രധാനമായിട്ട് അത് റെപ്രസെന്റ് ചെയ്യും. ആക്ച്വലി ഇത് എബ്രായ കലണ്ടർ അനുസരിച്ച് ഈ മാസത്തിന്റെ മധ്യത്തിൽ പെരുന്നാൾ വെച്ചാൽ ഒരു വ്യത്യാസമുണ്ട്, ഒരു പ്രയോജനമുണ്ട്. എന്നാന്നറിയോ? എന്നാ എബ്രായ മാസത്തിന്റെ 15ാം ദിവസം പെരുന്നാൾ വെച്ചാൽ, അതായത് 14ാം ദിവസം പെരുന്നാൾ വെച്ചാൽ ഒരു പ്രത്യേകത ഉണ്ട്. എന്താന്ന് പറയാമോ? അത് ഈ കുറെ പെരുന്നാളുകൾ അടുപ്പിച്ച് വരുന്നതുകൊണ്ട് യഹൂദന്മാർക്ക് സംബന്ധിക്കാൻ വേണ്ടി ഈ മാസത്തിന്റെ മധ്യത്തിൽ വെക്കുന്ന പെരുന്നാളിന് പ്രത്യേകത. കാരണം യഹൂദന്മാരുടെ ചന്ദ്രമാസമാണല്ലോ. അപ്പൊ എപ്പോഴും മാസത്തിന്റെ മധ്യം പൂർണ്ണേന്ദ്രനായിരിക്കും, അതായത് വെളുത്തവായിരിക്കും. അപ്പൊ പൗർണമി സെലിബ്രേഷന് ഭയങ്കര ഒരു ഇതാണ്. ഇന്നത്തെ കാലത്ത് ഈ ഇലക്ട്രിസിറ്റി ഒന്നും ഇല്ലല്ലോ. അപ്പൊ പൗർണമി രാത്രിയിലെ ആഘോഷത്തിന് പറ്റിയതാണ്. അതുകൊണ്ടുകൂടി ഈ മാസത്തിന്റെ മധ്യം ഒന്നും വരുന്നത്. ഇനിയിപ്പോ ഈ ഇംഗ്ലീഷ് മാസം വന്നപ്പോൾ അതിന് വലിയ പ്രസക്തി ഇല്ല. കാരണം ഇംഗ്ലീഷ് മാസത്തിന്റെ നടുവിൽ വരുമ്പം ആ പൗർണമിയുടെ ഫാക്ടർ വരുന്നില്ല. കാരണം പെസഹ എപ്പോഴും പൗർണമിക്കേ വരത്തുള്ളൂ. അതിന്റെ കാരണം ആബീബ് മാസം 14ാം തീയതി പെസഹ ആചരിച്ചോളാനല്ലേ പറഞ്ഞേ. അപ്പൊ മാസം എപ്പോഴാ തുടങ്ങുന്നത്? മാസപ്പിറവി, ഈ മാസപ്പിറ കണ്ടു എന്നൊക്കെ പറയത്തില്ലേ മുസ്ലിങ്ങൾ പറയത്തില്ലേ? മാസപ്പിറവി എന്ന് പറഞ്ഞാൽ ചന്ദ്രനെ കാണുമ്പോഴാണ്. ചന്ദ്രൻ തേങ്ങാപ്പൂള് പോലെ വരുമ്പോൾ മാസപ്പിറവി. ചന്ദ്രൻ പൂർണ്ണേന്ദ്രനാകുമ്പോൾ പൗർണമി ആകുമ്പോൾ 14 ദിവസമാവും ചന്ദ്രന്റെ വൃദ്ധിക്ഷയങ്ങളിൽ. അപ്പം കൃത്യം 14ാം ദിവസം. അപ്പൊ അതുകൊണ്ട് എപ്പോഴും ആബിബ് മാസം 14ാം തീയതിയാണ് പെസഹ എന്ന് പറഞ്ഞാൽ എപ്പോഴും അതൊരു പൗർണമി ആയിരിക്കും. അപ്പൊ ഗ്രേറ്റസ്റ്റ് സെലിബ്രേഷൻ ആണ്. അപ്പം ഗ്രേറ്റ് സെലിബ്രേഷൻ ഒക്കെ എപ്പോഴും പൗർണമിക്ക് വെക്കത്തുള്ളൂ യഹൂദൻ. അതതിന്റെ കണക്ക്. അപ്പം ഷുജാനകത്ത് എനിക്ക് ഷുജാന്റെ ഒരു ലൈവില് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ആണ്, മനുഷ്യവർഗത്തിന്റെ ചരിത്രത്തിൽ മനുഷ്യന്റെ വായിൽ നിന്ന് വീണ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള പ്രയർ ആണ് കുറിയേലൈസോൻ, കർത്താവേ എന്നോട് കരുണ ചെയ്യണം. ഏത് സമയത്തും ഒരു മനുഷ്യന്റെ ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യുമ്പോൾ അവന് ഉച്ചരിക്കാവുന്ന ഒരു മനോഹരമായ പ്രാർത്ഥനയാണല്ലോ ഈ കുറിയേലൈസോൻ എന്നുള്ള പ്രാർത്ഥന.
അപ്പം അതിനെക്കുറിച്ചൊന്ന് ചുരുക്കത്തിലൊന്ന് പറയാം. അതേക്കുറിച്ച് ഞാൻ ഈ കഴിഞ്ഞ ആഴ്ച 2 ആഴ്ച മുമ്പ് ഒരു ലൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു കരുണയെ പറ്റി. താഴ്മയുമായിട്ട് ബന്ധപ്പെടുത്തിയാണ്. അതെ അതെ അതെ. അപ്പൊ അത് പിന്നെ കേട്ടിട്ട് കുറെ ആളുകൾ എനിക്ക് മെസ്സേജ് അയച്ചു. അപ്പൊ അതിൽ ഒരാൾ എനിക്ക് അയച്ച മെസ്സേജ് ഇതാണ്. അദ്ദേഹം കത്തോലിക്കാണ്. ഈ കരുണയുടെ പ്രാർത്ഥനയുടെ അർത്ഥം അദ്ദേഹത്തിന് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാകുന്നത്. പുള്ളി അവസാനം ഈ ലൈവ് കണ്ടപ്പോൾ പുള്ളിക്ക് മനസ്സിലായി. ആക്ച്വലി നമ്മൾ കരുണ ചെയ്യണമേ എന്ന് പറയുമ്പോൾ കർത്താവിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുക എന്നുള്ള വലിയൊരു സീക്രട്ട്, അതാണ് ഏറ്റവും ഭയങ്കര വർഷിപ്പാണ്. അത് പുള്ളിക്ക് മനസ്സിലായെന്ന് പറഞ്ഞ് പുള്ളി എനിക്കൊരു മെസ്സേജ് അയച്ചായിരുന്നു. നല്ലൊരു മനോഹരമായ ഒരു പ്രാർത്ഥനയുണ്ട്. എനിക്ക് അതിന് ആ ലൈവിലായിരുന്നു തോന്നുന്നു. ദൈവമേ, നീ സൃഷ്ടാവാകുന്നു, ഞാൻ സൃഷ്ടിയാകുന്നു. നീ ക്ഷമിക്കുന്നവനാകുന്നു, ഞാൻ പാപം ചെയ്യുന്നവനാകുന്നു. നീ ബലവാനാകുന്നു, ഞാൻ ബലഹീനനാകുന്നു. അങ്ങനെ ഒരു വളരെ മനോഹരമായ രീതിയിൽ അതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരു പ്രാർത്ഥന എനിക്ക് ലൈവിലാന്ന് തോന്നുന്നു. ആണോ? ഏത് പിന്നെ ഞാൻ നോക്കട്ടെ ആ പ്രാർത്ഥന വെക്കാം, ഇതാണോന്ന്. ഞാൻ നിന്റെ അടുക്കലേക്ക് എന്റെ കൈകളെ നീട്ടി, യജമാനന്മാരുടെ അടുക്കൽ ദാസന്മാരുടെ കണ്ണുകൾ പോലെ നിന്റെ അടുക്കലേക്ക് എന്റെ കണ്ണുകൾ നോക്കിക്കൊണ്ടിരുന്നു. ദൈവമേ, നീ സൃഷ്ടാവും ഞാൻ സൃഷ്ടിയുമാകുന്നു. നീ രാജാവും ഞാൻ അടിയാനും, നീ യജമാനനും ഞാൻ അടിമയുമാകുന്നു. നീ വലിയവനും ഞാൻ ചെറിയവനും, നീ ബലവാനും ഞാൻ ബലഹീനനുമാകുന്നു. നീ ക്ഷമിക്കുന്നവനും ഞാൻ പാപിയും, നീ ജ്ഞാനിയും ഞാൻ മൂഢനും അക്രമിയുമാകുന്നു. നീ തരുന്നവനും ഞാൻ യാചിക്കുന്നവനും, നീ നിലനിൽക്കുന്നവനും ഞാൻ അഴിഞ്ഞു പോകുന്നവനുമാകുന്നു. കർത്താവേ, നിന്റെ ഇഷ്ടത്താൽ എന്നെ നീ സൃഷ്ടിച്ചു, നിന്റെ തിരുനാമം എന്നെ നീ അറിയിച്ചു. നിന്നെ വിളിച്ചപേക്ഷിപ്പാൻ എന്നോട് നീ കൽപ്പിച്ചു. നീ എന്നോട് കൽപ്പിച്ചതുപോലെ മഹാപാപിയായ ഞാൻ നിന്നെ വിളിച്ചപേക്ഷിക്കുന്നു. എന്നോട് ഉത്തരമരുളി ചെയ്ത് എന്നോട് കരുണ ചെയ്യണമേ. ദൈവമേ, ശരീരത്തിന് ഉറക്കം തന്ന് പ്രഭാതത്തിൽ ഉണർന്ന് നിന്റെ വിശുദ്ധ നാമത്തെ സ്തോത്രം ചെയ്യുവാൻ എനിക്ക് കൃപ നൽകണമേ. മനുഷ്യനെ സ്നേഹിക്കുന്നവരെ നിന്നോട് ഞാൻ അപേക്ഷിക്കുന്നു. പാപത്തിൽ ഞാൻ ഉറങ്ങാതിരിപ്പാൻ എന്റെ ഹൃദയ കണ്ണുകളെ പ്രകാശിപ്പിച്ച് അശുദ്ധമായ സ്വപ്നങ്ങളിൽ നിന്ന് എന്നെ കാത്തുകൊള്ളണമേ. നിന്റെ കൽപ്പനകളെ ആചരിപ്പാനും രാപ്പകൽ നിന്റെ ന്യായ പ്രമാണങ്ങളെ ഓർത്ത് ധ്യാനിപ്പാനും നിന്റെ തിരുവിഷ്ടം പൂർണ്ണമാക്കുവാനും എനിക്ക് കൃപ നൽകണമേ. അന്ധകാരത്തിന്റെയും പാപത്തിന്റെയും ക്രിയകളിൽ നിന്ന് എന്നെ രക്ഷിച്ച് സാത്താന്റെ അടിമയിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. എന്നെ പകലിന്റെയും പ്രകാശത്തിന്റെയും പുത്രനാക്കി തീർക്കണമേ. എന്നേക്കും നിന്നെ സ്തുതിച്ച് മഹത്വീകരിപ്പാൻ എന്നെ അധികമായി ശുദ്ധീകരിക്കണമേ. നിന്റെ കരുണയുടെ വാതിൽക്കൽ ഞാൻ മുട്ടുന്നു. മഹത്വമുള്ള പ്രകാശത്തിൽ വസിക്കുന്നവനും ആയിരമായിരങ്ങളും പതിനായിരങ്ങളുമായ മാലാഖമാർക്കും തന്നെ ദർശിപ്പാൻ കഴിയാത്ത വണ്ണമുള്ള തേജസ്സോടുകൂടിയവനുമായ കർത്താവേ, എന്റെ അപേക്ഷയ്ക്ക് നിന്റെ വാതിൽ തുറന്നു തരയണമേ. നിന്റെ മഹത്വ സന്നിധിയിൽ ഓക്കെ, പറഞ്ഞു. പ്രാർത്ഥന കേട്ട് കഴിയുമ്പോൾ നമസ്കാരത്തിന്റെ ഒരു പ്രയർ പറയാ ഷൂജായ. ഇത് പാതിരാ നമസ്കാരത്തിന്റെ ഒരു പ്രാർത്ഥനയാ, രാത്രി പ്രാർത്ഥനയല്ലേ? ഓക്കെ. ഈ പ്രാർത്ഥനയൊക്കെ കേട്ടിട്ട് മറ്റുള്ള ഈ പിടിച്ചു വാങ്ങൽ പ്രയറിലേക്കൊക്കെ പോകുന്നവര് ഈ പ്രാർത്ഥനയൊക്കെ ഒന്ന് കേൾക്കണം അല്ലെ? ഇത്രമാത്രം അത് നമ്മുടെ ദർബാറിലെ ഈ പാത്താമുട്ടത്തിൽ നിന്ന് ഒരു സഹോദരൻ വന്നായിരുന്നു, ഷാനി എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹത്തോട് നമ്മുടെ ദർബാറിൽ ഇരുന്നവർ ചോദിച്ചു, ഈ ലൈവ് കേട്ടിട്ട് അതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്ട് ഏതാണ്? അപ്പൊ അതേ പറഞ്ഞു, ദൈവത്തിന്റെ കരുണ എന്നുള്ളതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. അപ്പൊ അവർ ചോദിച്ചു, അത് എന്താണ് അതിനകത്ത് ഇഷ്ടപ്പെട്ടത്? പുള്ളി പെന്തക്കോസ്തിലായിരുന്നു, പുള്ളി സ്വർഗീയ വിരുന്നിലായിരുന്നു. പറഞ്ഞു, സ്വർഗീയ വിരുന്നിലെ ഒരു അവകാശമാണ്. അപ്പൊ ഈ ചിങ്ങവനം പെട്രോ കെമിക്കൽസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇലക്ട്രോ കെമിക്കൽസ്
അങ്ങനെയൊക്കെയുള്ള കമ്പനിയുടെ വാദക്കൽ ഈ കൊടി കുത്തി അവകാശങ്ങൾ തന്നേ തീരൂ. അപ്പൊ ആ ഒരു സ്റ്റൈലില് മക്കളെങ്കിലും അവകാശികളാകുന്നു എന്ന് പറഞ്ഞ ആ ഒരു ആറ്റിറ്റ്യൂഡാണ് അങ്ങനെയുള്ള സഭകളിലെ പ്രാർത്ഥനയ്ക്ക് അവർ പഠിപ്പിക്കുന്നു. അങ്ങനെയാണ്, നിങ്ങൾക്ക് എന്തോ അവകാശം ഉണ്ടെന്നും ദൈവം അത് നമ്മൾ പിടിച്ചു മേടിക്കണം അവകാശം എന്നുള്ളത്. പക്ഷേ ഇപ്പറ സുറിയാനി സഭയിലെ ആ കാരുണ്യം എന്നുള്ളതാണ്. അപ്പം ദൈവത്തിന്റെ കരുണ അല്ല, നമ്മുടെ അവകാശത്തെക്കാൾ ഉപരി ദൈവത്തിന്റെ കരുണ എന്നുള്ള ആ ഒരു അണ്ടർസ്റ്റാൻഡ്, അതൊരു എൻലൈറ്റ്മെന്റ് ആയിട്ട് പുള്ളിക്ക് തോന്നിയെന്ന് അദ്ദേഹം പറഞ്ഞു. ഇപ്പൊ ഓർത്തഡോക്സിൽ പൊതുവെ എല്ലാ പ്രാർത്ഥനകളുടെയും സ്വഭാവം ആ ഒരു രീതിയിലാണ്. അല്ലാതെ അതിനകത്ത് എന്തെങ്കിലും ഒരു നമ്മുടെ ബാഹ്യ മനുഷ്യന് വേണ്ട കാര്യങ്ങളെക്കാൾ ഉപരിയായിട്ട് ആന്തരിക മനുഷ്യന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകളാണ് ഇത് മുഴുവനായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എനിക്കൊന്നും ഷുബിജാന്റെ ഒരു ലൈവില് പ്രത്യേകിച്ച് പൗലോസ് അപ്പോസ്തലനുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് ആദ്യം പറയുന്നു, പൗലോസ് അപ്പോസ്തലൻ പറയുന്നു ഞാൻ ബെന്യാമിൻ ഗോത്രക്കാരൻ, അങ്ങനെ വളരെ തന്റെ ക്വാളിറ്റീസ് ഒക്കെ പറയുന്നു. പിന്നെ പറയുന്നുണ്ട് അപ്പോസ്തലന്മാരിൽ ഞാൻ ഒട്ടും ചെറിയവനല്ല. അങ്ങനെ പറഞ്ഞ അവസാനം പൗലോസ് അപ്പോസ്തലൻ എത്തിച്ചേരുന്നത് ഞാൻ പാപികളിൽ ഒന്നാമൻ എന്നുള്ള ഒരു വലിയ അണ്ടർസ്റ്റാൻഡിങ്ങിലേക്കാണ് പൗലോസ് അപ്പോസ്തലൻ എത്തിച്ചേരുന്നത്. അത് തന്നെയാണ് കർത്താവെ കരുണ ചെയ്യണമേ എന്ന് നമ്മുടെ ബലഹീനതയെ ദൈവസന്നിധിയിൽ ഏറ്റുപറയും. എനിക്കൊന്ന് പ്രാർത്ഥനയെ കുറിച്ച് നമ്മൾ ആവശ്യത്തില് സംസാരിച്ചെന്ന് തോന്നുന്നു. വിജയ എന്തെങ്കിലും ചേർക്കാനുണ്ടോ? അപ്പം അടുത്ത ചോദ്യത്തിലേക്ക് അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ശിവജയ, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കിഴക്കോട്ട് തിരിഞ്ഞു പ്രാർത്ഥിക്കുന്നു എന്നുള്ളത് ഒരു വലിയ ആക്ഷേപമായിട്ട് പലപ്പോഴും കേൾക്കാറുണ്ട്. പ്രത്യേകിച്ച് ഞാൻ കേട്ടിട്ടുള്ള ഒരു ആക്ഷേപം എന്ന് പറഞ്ഞാൽ നമ്മൾ കിഴക്കോട്ട് തിരിഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ സൂര്യനെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഉന്നം വയ്ക്കുന്നത്. അത് പ്രത്യേകിച്ച് കുസ്തന്തീനോസ് ചക്രവർത്തി എന്തോ മുകളിലേക്ക് നോക്കിയപ്പോൾ കുരിശ് കണ്ടെന്നോ, അപ്പം നമ്മുടെ ബിന്നി പി ജോൺ ഇടയ്ക്ക് ഒരു തമാശയായിട്ട് പറയാം, ബിന്നി പി ജോൺ നല്ല മനോഹരമായിട്ട് ഈ കുൽസന്തീനോസ് എന്നുള്ളത് ആരാണ്ട് കുൽസന്തീനോസ് എന്നെന്തോ പറയുകയോ ചെയ്തപ്പോൾ ഈ കുൽസന്തീനോസ് ചക്രവർത്തിയുടെ കുൽസിത പ്രവർത്തികളുടെ ഭാഗമായിട്ടാണ് ഈ കിഴക്കോട്ട് തിരിഞ്ഞു നിൽക്കുന്നതെന്നൊക്കെയാണ് അന്ന് പറഞ്ഞു കേട്ടത്. അപ്പൊ ഈ കിഴക്കോട്ട് തിരിഞ്ഞു നിൽക്കുന്നതിന്റെ ഒന്ന് പറയാമോ ഷുജ, അതിന്റെ കാരണം എന്താ? കിഴക്കോട്ട് തിരിഞ്ഞു നിൽക്കുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. അതിലെ ഒന്നാമത്തെ വാദം തീരെ ലോജിക്കില്ലാത്ത. അതിന്റെ കാരണം കിഴക്കോട്ട് തിരിഞ്ഞ് സൂര്യ നമസ്കാരമാണ് നടത്തുന്നതെങ്കിൽ നമ്മൾ സന്ധ്യാ നമസ്കാരം പടിഞ്ഞാട്ട് തിരിഞ്ഞ് നടത്തണം. അതെ, മനസ്സിലായോ? അതെ. അപ്പൊ സുറിയാനി സഭയെ പറ്റി, സുറിയാനി സഭ കിഴക്കോട്ട് തിരിഞ്ഞ് പ്രാർത്ഥിക്കുന്നത് സൂര്യനെ നമസ്കരിക്കാനാണ് എന്ന് പറയുന്ന വിഡ്ഢികള് എന്നാണ് പറയുന്നത്. ആ വിഡ്ഢികള് മനസ്സിലാക്കണം. എന്നാൽ സുറിയാനി സഭക്കാർക്കും ഈ ഒരു മറുപടി അവരും കൊടുക്കത്തില്ല. അവരും അതും ഇതും പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ അവരോട് ചോദിക്കണ്ടേ, സന്ധ്യ നമസ്കാരം ഞങ്ങൾ എങ്ങോട്ട് തിരിഞ്ഞാ നടത്തുന്നത്? പടിഞ്ഞാറോട്ട് തിരിഞ്ഞല്ലോ, കിഴക്കോട്ട് തിരിഞ്ഞാ അപ്പോഴും നിൽക്കുന്നത്. അപ്പം സൂര്യൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ദൈവത്തിന്റെ ഒരു സൃഷ്ടി മാത്രമാണ്. സുറിയാനിക്കാരൻ ആരാധിക്കുന്നത് സർവശക്തിയുള്ള പിതാവായി ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ സകലത്തിന്റെയും സൃഷ്ടാവായ സത്യ ഏക ദൈവത്തിലാണ് വിശ്വസിക്കുന്നത്. ആ ദൈവത്തെയാണ് ആരാധിക്കുന്നത്. പിതൃസുത പരിശുദ്ധാത്മാവായ ത്രിയേക ദൈവത്തിനാണ് ആരാധനയും സ്തുതി. അത് മുമ്പേ കേട്ട സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ, സമുദ്രം, ഭൂമി. അപ്പൊ അങ്ങനെ അതിനെല്ലാം സൃഷ്ടിച്ച സ്വർഗീയ മാലാകമാർ സ്തുതിക്കുന്നവനായ ആ ദൈവത്തെയാണ് നമ്മൾ സ്തുതിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് സൂര്യനെയോ ചന്ദ്രനെയോ നോക്കിയിട്ടല്ല. അങ്ങനെ ആകുമ്പോ പാതിര നമസ്കാരം എവിടെ നോക്കിയാ നടത്തുന്നത്? മധ്യാഹ്ന നമസ്കാരമാണ് മുകളിലോട്ട് നോക്കി നടത്തേണ്ടി വന്നത്. മലന്ന് കടന്ന് നടത്തേണ്ടി വരും. അപ്പൊ ഇതൊന്നും അതൊക്കെ എന്ന് പറഞ്ഞാൽ വെറും വിലയില്ലാത്ത വാദങ്ങളാണ് സൂര്യനെ കാണാൻ. ഞാനിത് ആദ്യം കേട്ടപ്പോൾ നമ്മുടെ ഈ പ്രാർത്ഥനയ്ക്കകത്ത് പോയി ഞാൻ തപ്പി നോക്കി, ഇനി സൂര്യനെ കാണാൻ പറയുന്നുണ്ടോ. ആകെപ്പാടെ കാണാൻ പറ്റുന്ന ഈ ഒരു പ്രാർത്ഥന സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ. അങ്ങനെ ഈ ഏറ്റവും വലിയത് മനുഷ്യന്റെ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ മരണമാണ്. കാരണം നീ നിലനിൽക്കുന്നവനും ഞാൻ അഴിഞ്ഞു പോകുന്നവനുമാകുന്നു. ഇപ്പൊ നമ്മൾ പ്രാർത്ഥന കേട്ടില്ലേ? അപ്പൊ നമ്മുടെ നശ്വരത, മോർട്ടാലിറ്റി, നമ്മുടെ നശ്വരതയാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രശ്നം. അമരത്വമില്ല, അനശ്വരത്വമില്ല, അല്ലെങ്കിൽ നിത്യജീവനില്ല, ഇമ്മോർട്ടാലിറ്റി. അപ്പൊ നമ്മള് മരിച്ചു പോയാലും ജീവിക്കും എന്ന് പ്രപഞ്ചത്തിനെ പഠിപ്പിക്കാനാണ് ദൈവം ഈ സൂര്യന്റെ അസ്തമയം വെച്ചിരിക്കുന്നത്.
ആ. അസ്തമിക്കുന്ന സൂര്യൻ വീണ്ടും എന്ത് ചെയ്യാണ്? കിഴക്ക് ഉദിക്കുകയാണ്. അപ്പൊ കിഴക്ക് ഉദയത്തിന്റെ ദിക്കാണ്. അത് പ്രത്യാശ നമുക്ക് തരികയാണ്. അപ്പൊ നമ്മൾ കിഴക്കോട്ട് നോക്കി നിൽക്കുന്നത് സൂര്യൻ അസ്തമിച്ചു പോയാലും അവിടെ ഒന്ന് ഉദിച്ചു വരും. അപ്പം ജീവന്റെയും പുനരുത്ഥാനത്തിന്റെയും പ്രത്യാശ നമുക്ക് നൽകുന്ന ദിക്കാണ് കിഴക്ക്. അത് നമ്മുടെ കർത്താവ് യേശു മിശിഹ പഠിപ്പിച്ചത്, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി ബുദ്ധി പഠിപ്പി എന്ന് പറഞ്ഞിട്ടുണ്ട്. മിന്നൽ കിഴക്ക് നിന്ന് പടിഞ്ഞാറ് വരെ വിളങ്ങുന്നത് പോലെ മനുഷ്യപുത്രന്റെ വരവാകും. പിന്നെ കർത്താവ് കിഴക്ക് നിന്ന് പടിഞ്ഞാറ് വരെ എന്ന് പറയണ്ടായിരുന്നല്ലോ. കർത്താവ് അങ്ങനെയല്ല, കിഴക്ക് നിന്ന് പടിഞ്ഞാറ് വരെ എന്ന് കൃത്യമായിട്ട് പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ വേദപുസ്തകത്തിൽ ഉടനീളം കിഴക്കിന് നമ്മൾ കാണാൻ സാധിക്കും. ഏദൻ തോട്ടം കിഴക്കാണെന്നുള്ളത് ഇങ്ങനെ ഗോപുരത്തിന്റെ അങ്ങനെയുള്ള യഹസ്കേൽ പ്രവചനത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. പല സ്ഥലങ്ങളിലും കിഴക്കിന് പ്രാധാന്യം കൊടുക്കുന്നു, ഒരുപാട് പ്രാധാന്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഉള്ള ഒരു പാരമ്പര്യമാണത്, കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ ഒരാള് മരിച്ചു കഴിഞ്ഞാലും അയാളെ കിഴക്ക് അഭിമുഖമായിട്ടാണ് കിടത്തുന്നത്. അതെനിക്ക് ഇന്നത്തെ കാലത്ത് അറിവില്ലാത്തതുകൊണ്ടായിരിക്കും. പക്ഷെ പഴയ കാലത്തെ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം ആ കിഴക്കോട്ട് കടത്തുന്നത് തന്നെ ഒരു വലിയ പ്രത്യാശയുടെ അടയാളമാണ്. കർത്താവ് വരുന്നു, കർത്താവിനെ സ്വീകരിക്കുവാനായിട്ട് ഇവര് എഴുന്നേൽക്കും എന്നുള്ള ഒരു വലിയ പ്രത്യാശയുടെ ഭാഗമായിട്ടാണ് അങ്ങനെ കടത്തിയിരിക്കുന്നത്. പടിഞ്ഞാറോട്ട് തലവെച്ച് കടത്തും. പടിഞ്ഞാറോട്ട് തലവെച്ച് കിഴക്ക് അഭിമുഖമായിട്ട്, കിഴക്ക് കാണത്തക്ക. കാരണം കർത്താവ് കിഴക്കിൽ നിന്ന് വരുന്നു. അപ്പം പുനരുത്ഥാനം ചെയ്തു വരുമ്പോൾ കർത്താവിന്റെ മുഖം കാണാൻ വേണ്ടിയാണ് അങ്ങനെ കടത്തുന്നത്. അതൊരു ഓർത്തഡോക്സ് സഭകളുടെ സെമിത്തേരി പ്രവേശിച്ചാൽ പോലും അതുപോലും ഒരു പ്രത്യാശ തരുന്ന ഒന്നാണ് അവിടെ, അല്ലെ? അവിടെ ചെന്ന് കഴിഞ്ഞാൽ എല്ലാ മൃതന്മാരെയും കിഴക്ക് അഭിമുഖമായിട്ട്, പടിഞ്ഞാറോട്ട് തലവെച്ച് കിഴക്ക് അഭിമുഖമായിട്ട് അവരെല്ലാരെയും കടത്തിയിരിക്കുന്നത് ആ രണ്ടാമത്തെ വരവിനെ സഭ എന്തുമാത്രം പ്രത്യാശയോടുകൂടെ നോക്കിക്കാണുന്നു എന്നുള്ളതിന്റെ ഒരു വലിയ തെളിവും കൂടെയാണ് ഒരു സെമിത്തേരി എന്ന് പറയുന്നത്. പിന്നെ അല്ലാതെ ഈ പെന്തക്കോസ്തയിലെ അലവലാദികൾ എവിടെ കണ്ടോ, എവിടെയാ കുഴിച്ചിട്ടെന്ന് പോലും അറിയത്തില്ല. എൻ്റെ ഒരു കൂട്ടുകാരന്റെ അപ്പനെ കുഴിച്ചിട്ടു. ഈ പെന്തക്കോസ്തിലെ ഒരു ചൂടലക്കാട്ടിലെ കുഴിച്ചിട്ടത്. അപ്പൊ അവൻ പിന്നെ ഈ കൂട്ടുകാരന്റെ അപ്പനല്ലേ, അപ്പം അവനെ കുഴിച്ചിട്ട് ഒന്ന് കണ്ടേക്കാന്ന് ഓർത്ത് ഞാൻ പറഞ്ഞിടാ എന്നാ അപ്പനെ കുഴിച്ചിട്ടെടുത്തുനിന്ന് നമ്മൾ ഈ സുറിയാനിക്കാരുടെ പാരമ്പര്യം ചെന്ന് അപ്പോഴേക്കും ഒരു മതില് കയറി 2-3 പേരുടെ പറമ്പിൽ കയറി ഈ ചവക്കോട്ട ചെന്ന് അവിടെ മുഴുവൻ ഈ കമ്മ്യൂണിസ്റ്റ് വെച്ച് എല്ലാം കിളുത്ത് നിൽക്കുക. ഇത് കല്ലറ എവിടെയാ കുഴിച്ചിട്ട് എവിടെയാന്ന് ഒരു ഊഹമില്ല. എല്ലാം കൂടെ ഒരു 10 സെന്റ് സ്ഥലമുണ്ട്. അപ്പൊ ഇവൻ ഈ കമ്മ്യൂണിസ്റ്റ് വെച്ച് വകഞ്ഞു മാറ്റി ഈ കുഴിച്ചിട്ട സ്ഥലം കണ്ടുപിടിക്കാൻ വേണ്ടി നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ഒരു പാമ്പ് എന്നാ ചേരയാണോ മൂർഖനാണോ എന്നറിയത്തില്ല, ഏതാണ്ട് പറഞ്ഞു അതിലെ. അതോടെ പുള്ളി ആ ഐഡിയ ഉപേക്ഷിച്ചു. പിന്നെ എനിക്കും അല്പമല്ലാത്ത പേടി ഈ പാമ്പിനെ ഉള്ളതുകൊണ്ട് ഞാനും പിന്നെ സ്ഥലം വിട്ടു. ഈ കല്ലറക്കൽ ആദരാഞ്ജലി അർപ്പിക്കുക എന്നുള്ള ആശയം വിട്ടു. അല്ലെങ്കിൽ നമുക്ക് മറുകര കാണാമല്ലോ എന്നൊക്കെ പറഞ്ഞ് നമ്മളിഞ്ഞ് പോകുന്നു. അതിനേക്കാൾ വൃത്തിയുണ്ട്. ഈ സിനിമകളും സീരിയലുകളും ഒക്കെ എനിക്ക് തോന്നുന്നു സെമിത്തേരി എന്നുള്ളത് വലിയൊരു ഭയത്തിന്റെ ഇതാക്കി മാറ്റിയെടുത്തെന്നുള്ളതാണ്. പക്ഷെ ആദിമ ക്രിസ്ത്യാനികളുടെ നമ്മുടെ പാരമ്പര്യം അത് വെസ്റ്റേൺ ക്രിസ്ത്യാനിറ്റിയിലാണ് ഈ സെമിത്തേരി ഭയത്തിന്റെ ഫാക്ടർ ആയത്. ഈസ്റ്റേൺ ക്രിസ്ത്യാനിറ്റി സെമിത്തേരിയിൽ ഭയമില്ല. നമ്മുടെ പിതാക്കന്മാരിൽ തന്നെ അങ്ങനെ കുറെ പേര് കല്ലറകളിലൊക്കെ പോയി പ്രാർത്ഥിക്കാൻ പോകുന്ന ഒരാൾക്കാരുണ്ടായിരുന്നു ആദിമ കാലഘട്ടങ്ങളിൽ. ഇല്ല, ഈസ്റ്റേൺ ക്രിസ്ത്യാനിറ്റിയിൽ അങ്ങനെ ഭയപ്പെടേണ്ട ആവശ്യമില്ല, ഒരു ഫാക്ടറും ഇല്ലല്ലോ. അപ്പോൾ നമുക്ക് എനിക്ക് തോന്നുന്നു കിഴക്കിനെ കുറിച്ച് വേറെ ഒത്തിരി പോയിന്റുകൾ ഉണ്ടെങ്കിലും നമുക്ക് സമയത്തിന്റെ ഇതുകൊണ്ട് നമുക്ക് മുമ്പോട്ട് നീങ്ങാം. നമ്മൾ പഴയ ലൈവിൽ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി. ഒത്തിരി ഉണ്ട് അതിനെക്കുറിച്ച്. അതെ, കുറെ പോയിന്റുകളുണ്ട്. നമുക്ക് കുരിശിനെ കുറിച്ച് ഒന്ന്, അടുത്ത വിഷയം കുരിശ് എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊന്ന് എടുക്കാം. അപ്പോൾ വളരെ വലിയ പ്രശ്നമാണല്ലോ ഈ കുരിശിനെ വന്ദിക്കുന്നു, വണങ്ങുന്നു, കുരിശ് ഉയർത്തുന്നു. കുരിശ് ഒരു വലിയ പ്രശ്നമാണ്. അതൊരു വലിയൊരു കുരിശായിട്ട് പലപ്പോഴും മാറാറുണ്ട്. ഷിബിച്ചാന്റെ ഒരു ലൈവിനകത്ത് വളരെ വ്യക്തമായിട്ട് സമാഗമന കൂടാരത്തിന്റെ ഷേപ്പ് എന്താണെന്നുള്ളത് അതിന്റെ ഒരു ഏരിയൽ വ്യൂ കാണിച്ചായിരുന്നു. പഴയ നിയമത്തിൽ തന്നെ കുരിശ് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പൊ കുരിശിന്റെ പ്രാധാന്യത്തെ കുറിച്ച് ഒന്ന് ചുരുക്കത്തിൽ ഒന്ന് പറയാൻ ആവശ്യമില്ല.
കുരിശിനെ പറ്റി പറയുമ്പം ഈ എന്താ പിന്നെ ദിലീപ് ഉദ്ദേശിച്ചത്? ഞാൻ ബിലയാം ശപിക്കാൻ പോയ കാര്യമാണ് ഉദ്ദേശിച്ചത്. അതെ, ബിലയാമും ബാറാക്കും കൂടെ മലയിൽ അവർ ഉറ്റുനോക്കാനായിട്ട് പോകുമ്പോ വലിയൊരു സമാഗമന കൂടാരത്തിന്റെ ഷേപ്പ് 4 ചുറ്റുമുള്ള മലയെ കൊണ്ട് ഈ ബിലയാമിനെ കൊണ്ട് നിർത്തി ബാലാക്ക് ഇസ്രായേലിനെ ശപിക്കാൻ. അപ്പൊ ക്യാമ്പ് ഓഫ് ഇസ്രായേല് കുരിശിന്റെ രൂപത്തിലായിരുന്നു. അപ്പൊ ഈ മലയുടെ മുകളിൽ നോക്കുമ്പോ ഒരു കുരിശാ കാണുന്നത്. കുരിശ് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഈ ശപിക്കാൻ ചെന്ന, ഞാൻ ആ പടം വേണേ നോക്കട്ടെ, ഒന്ന് കാണിക്കാൻ പറ്റാം. അതന്ന് കാണിച്ചിരുന്നു. അത് വളരെ പ്രയോജനപ്പെടുന്ന ഒന്നാണ്. ഇതല്ലേ? അതെ അതെ. ഇത് കണ്ടോ? കാണാവോ? കാണാം കാണാം. അപ്പൊ ഈ കാണുന്ന ഇതാണ് ബിലയാമ്, ഇത് ബാലാക്ക്. കണ്ടോ? ബിലയാമും ബാലാക്കോടെ നിൽക്കും. അപ്പൊ അവർ ഈ മലയുടെ മുകളിൽ നോക്കുമ്പം ഇങ്ങനെ കാണുന്നത്, കുരിശാ കാണുന്നത്. അതാണ്, അതുകൊണ്ടാണ് ആ കുരിശിന്റെ കാര്യം പറഞ്ഞത്. അതുപോലെ ഈ ഹീവ് ഓഫറിങ്ങും വേവ് ഓഫറിങ്ങും ഉണ്ട്. ഈ പഴയ പുരോഹിതൻ ഇങ്ങനെ ഈ മുകളിലോട്ടും താഴോട്ടും ഓഫറിങ്, നീരാജനം നടത്തും. പിന്നെ ഉദർച്ചാർപ്പണം എന്ന് പറഞ്ഞാൽ ഈ ഇടത്തോട്ടും വലത്തോട്ടും ഇങ്ങനെ വേവ് ചെയ്യുക. അപ്പൊ അത് രണ്ടുകൂടെ കൂട്ടുമ്പോ അന്തരീക്ഷത്തിൽ കുരിശ് വരയ്ക്കായിരുന്നു. 1500 വർഷം യഹൂദ പുരോഹിതന്മാർ അന്തരീക്ഷത്തിൽ കുരിശ് വരച്ചു. ആ യഹൂദ പാരമ്പര്യത്തിൽ നിന്നാണ് ഇപ്പൊ നമ്മുടെ സുറിയാനി സഭയിലെ പുരോഹിതന്മാര് അന്തരീക്ഷത്തിൽ കുരിശ് വരയ്ക്കുന്നുണ്ടല്ലോ. അതായത് അവരുടെ ആ വേവ് ഓഫറിങ്ങും ഹീവ് ഓഫറിങ്ങും കൂടെ കമ്പൈൻ ചെയ്തുള്ള സൈൻ ലാംഗ്വേജ് തന്നെയാണ്. കുരിശിനെ കുറിച്ച് അതായത് ചിലര് പറയാറുള്ള ഈ കുസ്തന്തീനോസ് പോലീസ് ചക്രവർത്തി അദ്ദേഹമാണ് ഈ കുരിശിനെ ഇത്ര പ്രാധാന്യം കൊടുത്തത് എന്ന് പറഞ്ഞു വരുന്നു. പക്ഷെങ്കിൽ അദ്ദേഹത്തിന് മുമ്പ് തന്നെ ആദിമ ക്രിസ്ത്യാനികള് കുരിശെന്നുള്ളത് വളരെ വ്യാപകമായിട്ട് പ്രാധാന്യത്തോട് ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളത് നമ്മുടെ ഈ കാറ്റക്കോമ്പുകളിൽ വരെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. കുരിശിനെ കുറിച്ചുള്ള പടങ്ങൾ അവർ വരയ്ക്കുകയും അതുപോലെ തന്നെ ആ പ്രാധാന്യം അവർക്ക് അന്നേ മനസ്സിലായിരുന്നു എന്നുള്ളത് വ്യക്തമാണ്. അപ്പൊ അതിനെക്കുറിച്ച് പിന്നെ കുസ്തന്തീനോസ് ചക്രവർത്തി കുരിശ് ദർശനം കണ്ട് യുദ്ധത്തിൽ ജയിച്ചതിന് ശേഷം ഹെലനി രാജ്ഞി കുരിശ് വീണ്ടെടുക്കാൻ വേണ്ടി യെരുശലേമിൽ പോയി. ഹെലനി രാജ്ഞി യെരുശലേമിൽ പോകുന്നതിന് മുമ്പ്, 1 നൂറ്റാണ്ട് മുമ്പ്, ഈ കുരിശ് ഫ്രൂത്ത്നിക്കി എന്ന് പറഞ്ഞൊരു രാജ്ഞി പോയി കണ്ടെടുത്തായിരുന്നു. പിന്നെ കണ്ട, അതായത് കുരിശിന് മുമ്പേ പ്രാധാന്യം ഉണ്ടായിരുന്നില്ല. ഹെലനി രാജ്ഞിയുടെ കാലത്തല്ലേ പ്രാധാന്യം തുടങ്ങി. കുരിശ് രണ്ടാമത് കണ്ടെടുത്ത ഹെലനി രാജ്ഞി. ആദ്യം ഫ്രൂത്ത്നിക്കി അത് കണ്ടെടുത്തായിരുന്നു. അതുകൊണ്ട് ഹെലനി രാജ്ഞി വന്നപ്പം ആ കുരിശ് കണ്ടെടുക്കാൻ എളുപ്പമായിരുന്നു. കാരണം അവിടെയുള്ള പിന്നെ മുതിർന്ന ക്രൈസ്തവർക്ക് അറിയാവുന്നത് എവിടെയാണ് വെച്ചിരിക്കുന്നത്. അവിടെ യഹൂദന്മാരുടെ എതിർപ്പ് കൊണ്ട് എടുക്കാതിരുന്ന ഈ രാജ്ഞിക്ക് അധികാരമുള്ളത് കൊണ്ട് അത് എടുക്കാൻ എളുപ്പമായിരുന്നു. അങ്ങനെ ഹെലനി രാജ്ഞി ആ കുരിശെടുത്ത് അത് കോൺസ്റ്റാന്റിനോപ്പിളിലേക്ക് കൊണ്ടുവന്നു. കുരിശ് കണ്ടെടുത്തു എന്നുള്ള ആ ന്യൂസ് കോൺസ്റ്റാന്റിനോപ്പിളിലോട്ട് അറിയിക്കാൻ വേണ്ടി അവര് എല്ലാ മലയുടെ മുകളിൽ ആളെ നിർത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ രാത്രിയിൽ അവർ തീ കത്തിച്ചു. ഇപ്പൊ ഓരോ മലയിലും നിൽക്കുന്ന ഈ തീ കാണുമ്പോൾ അവിടെ അവർ കത്തിക്കും. അപ്പൊ അടുത്ത മലയിലുള്ളവർ കത്തിക്കും. അങ്ങനെ ഈ കുരിശ് കിട്ടി എന്നുള്ള ന്യൂസ് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് കോൺസ്റ്റാന്റിനോപ്പിളിൽ എത്തിക്കുക. അങ്ങനെ കോൺസ്റ്റാന്റിനോപ്പിളിൽ ഈ കുരിശിനെ സ്വീകരിക്കാനുള്ള എല്ലാ ക്രമീകരണങ്ങളും അവർ ചെയ്തു. അങ്ങനെ വലിയ ആഘോഷമായിട്ടാണ് കൊണ്ടുപോയത്. അതാണ് അതിന്റെ ചരിത്രം. അത് നമ്മുടെ ഈ പെരുന്നാളുകളിൽ തീയുമായിട്ടുള്ള എന്തെങ്കിലും ബന്ധമുണ്ടോ? തീ കത്തിക്കുന്നതുമായിട്ട്? അത് തീവെട്ടിയല്ലേ? തീവെട്ടി നമ്മള് നാട്ടുഭാഷ പറയും. അതുപോലെ തന്നെ ഈ സ്ലീബ ആഘോഷം, ഈ 4 ദിക്കിലേക്കും തിരിഞ്ഞ് സ്ലീബാഘോഷം നടത്തുന്നത്, എനിക്ക് ഷിബിച്ചാൻ ആ ബിലയാമിന്റെയും ബറാക്കിന്റെയും കാര്യം പറഞ്ഞു. ഈ 4 ഭാഗത്തുനിന്നും ചെന്ന് നോക്കുമ്പോഴും അവർക്ക് ചെയ്യാൻ കഴിയാത്ത വിധത്തിൽ
കുരിശ് ഒരു വലിയ ഇതായിട്ട് അവിടെ നിൽക്കുന്നത് കൊണ്ട് അതുമായിട്ട് ബന്ധമുണ്ടോ ഈ സ്ലീബാഘോഷം നാല് അതുമായിട്ട് ദിക്കിലേക്ക് ബന്ധം പോകും? കാണും. 4 ആ, ദിക്കുകളെ ആശീർവദിക്കല്ലേ. 4 ദിക്കുകളെ ആശീർവദിക്കും. ഉം. ഉം. ചിലരൊക്കെ ചോദിക്കാറുണ്ട്, ഈ കർത്താവിനെ തോക്ക് വെച്ചാ കൊന്നിരുന്നെങ്കിൽ തോക്ക് കഴുത്തെ തൂക്കിയിടുവോ, അല്ല, കട്ടിലേ കിടന്ന് മരിച്ചു? സത്യത്തിൽ ഈ നമ്മളിപ്പോ ദിക്കുകളെ പറ്റി പറയുമ്പോൾ നോർത്ത് വെസ്റ്റ് ഈസ്റ്റ് സൗത്ത് എന്ന് പറഞ്ഞ് നമ്മൾ ഈ പേപ്പർ വരയ്ക്കത്തില്ലേ, ആ, ഒരു കുരിശ് വരച്ചല്ലേ തുടങ്ങുന്നത്. കുരിശ. ഒരു കുരിശ് വരച്ചല്ലേ എന്നെന്ന് മുകളിലിടുന്നത്, എസ് ആ, താഴെ അല്ലേ. അതെ. അപ്പൊ ദിക്കുകളുമായിട്ട് ബന്ധപ്പെട്ടാ 4 ദിക്കല്ലേ ഉള്ളേ. ആ, ഇപ്പൊ കുരിശിന് 4 ബ്രാഞ്ച് അല്ലേ. അതെ. അപ്പൊ അതുകൊണ്ട് സ്ലീബാഘോഷം 4 ദിക്കിലോട്ട് വെക്കുന്നത് കറക്റ്റ് അല്ലേ. ആ, അപ്പൊ അതുപോലെ തന്നെ ചിലർ ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്, കർത്താവിന്റെ യാഗത്തിനല്ലേ പ്രാധാന്യം, യാഗപീഠത്തിന് എന്താണ് പ്രാധാന്യം? അതിന്റെ ആവശ്യമില്ല. യാഗപീഠത്തിനാണ് പ്രാധാന്യം എന്നല്ലേ യേശു പറഞ്ഞേ മത്തായിയുടെ സുവിശേഷത്തിൽ. അതെ. യാഗവസ്തുവിനേക്കാളും യാഗപീഠത്തിന് പ്രാധാന്യമുണ്ട്. ഉണ്ട്. അപ്പൊ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മരണം യാഗമായിട്ട് കാണുന്ന ആളുകൾക്ക് കുരിശിന് പ്രാധാന്യമുണ്ട്. ആ വാക്യം വേണമെന്ന് വായിച്ചോ. മത്തായി 23 18. യാഗപീഠത്തെ ചൊല്ലി സത്യം ചെയ്താൽ ഏതുമില്ല, അതിന്മേലുള്ള വഴിപാട് ചൊല്ലി സത്യം ചെയ്യുന്നവനോ കടക്കാരൻ എന്ന് നിങ്ങൾ പറയുന്നു. കുരുടന്മാരായുള്ളവരെ, ഏത് വലിയത്, വഴിപാടോ വഴിപാടിനെ ശുദ്ധീകരിക്കുന്ന യാഗപീഠമോ? വ്യക്തമാണ്. അല്ല താട്ട് വായിക്കേ. ആകയാൽ യാഗപീഠത്തെ ചൊല്ലി സത്യം ചെയ്യുന്നവൻ അതിനെയും അതിന്മേലുള്ള സകലത്തെയും ചൊല്ലി സത്യം ചെയ്യും. അപ്പൊ കുരിശെന്ന് പറഞ്ഞാൽ നമ്മൾ കുരിശെടുത്തു കഴിഞ്ഞാൽ ആ കുരിശിൽ തൂങ്ങിയവൻ അതിനകത്ത് ഇൻക്ലൂഡഡ് ആണെന്നാ. മനസ്സിലായോ? അതുകൊണ്ടാണ് നമ്മൾ കുരിശാൽ ഈ കുരൂശിത രൂപം വെക്കാത്ത. രൂപം വെക്കുന്നില്ലല്ലോ. രൂപം വെക്കണ്ട, കാരണം കർത്താവ് പറഞ്ഞു തന്നതാ, യാഗപീഠം എടുത്താൽ അത് ഇൻക്ലൂഡഡ് ആണ്. അതുകൊണ്ടാണ് യാഗപീഠമാകുന്ന കുരിശിനെ വണങ്ങുമ്പോൾ യഥാർത്ഥത്തിൽ അത് കർത്താവിനെയാണ് നമ്മൾ വണങ്ങുന്നത്. യെസ്, അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് കുരിശിനെ വണങ്ങാൻ ആരും സംശയിക്കുകയോ ശങ്കിക്കുകയോ മടിക്കുകയോ ഒന്നും വേണ്ട. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഓക്കെ. നമ്മുടെ പ്രത്യേകിച്ച് യെശയ്യാ പ്രവചനം 42-ാം അധ്യായം 8-ാം വാക്യം, ഞാൻ യഹോവ, അത് തന്നെ എന്റെ നാമം, ഞാൻ എന്റെ മഹത്വം മറ്റൊരുത്തനും എന്റെ സ്തുതി വിഗ്രഹങ്ങൾക്കും വിട്ടുകൊടുക്കുകയില്ല. സുറിയാനി സഭ മനുഷ്യരെ വിശുദ്ധന്മാർ എന്ന് വിളിക്കുന്നുണ്ട്. അവർക്ക് ഒരല്പം സ്തുതിയൊക്കെ കൊടുക്കുന്നു എന്ന് തോന്നുന്നുണ്ട്. അവരുടെ ചിത്രങ്ങളും രൂപങ്ങളും പള്ളികളിലും വീടുകളിലും ഒക്കെ വെക്കുന്നുണ്ട്. അവരുടെ പേരിൽ ധൂപപ്രാർത്ഥന നടത്തുന്നുണ്ട്. ഇത് ശരിയാണോ? കാരണം ദൈവത്തിന്റെ മഹത്വം ദൈവം ആർക്കും വിട്ടുകൊടുക്കുകയില്ലെന്നും ഒക്കെ വ്യക്തമായിട്ട് യെശയ്യാ പ്രവചനത്തിൽ പറഞ്ഞിട്ട് ഓർത്തഡോക്സിയില് കുറച്ച് മഹത്വമൊക്കെ വിട്ടുകൊടുക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്? ഈ യേശുക്രിസ്തു പ്രാർത്ഥിക്കുന്നത് വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 17-ാം അധ്യായത്തിലുണ്ട്. നമുക്കൊന്ന് അല്ല, അതിന് നമുക്ക് 5-ാം വാക്യം ഒന്ന് വായിക്കാം. ഇപ്പോൾ പിതാവേ, ലോകമുണ്ടാകും മുമ്പേ
എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിൽ എന്നെ നിന്റെ അടുക്കൽ മഹത്വപ്പെടുത്തണമേ. ഇനി 10-ാം വാക്യം വായിച്ചു. എന്റേതെല്ലാം നിന്റേതും നിന്റേത് എന്റേതുമാകുന്നു, ഞാൻ അവരിൽ മഹത്വപ്പെട്ടു വരും. കണ്ടോ? ഇനി 22-ാം വാക്യം. നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. കണ്ടോ? അപ്പൊ യെശയ്യാ പ്രവചനത്തിൽ എന്റെ മഹത്വം ആർക്കും കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് ഇവിടെ വരുമ്പം ഈ മഹത്വം കൊടുത്തിരിക്കുന്നു. ഭക്തന്മാരെ ആഘോഷിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യുന്നു. കാരണം അവർ ആ മഹത്വം ഷെയർ ചെയ്യുന്നുണ്ട്. അതാണ് പത്രോസ് ലീഹ പറയുന്നത്, വി ആർ ദ പാർട്ടേക്കേഴ്സ് ഓഫ് ഹിസ് ഡിവൈൻ നേച്ചർ. അവന്റെ ആ ദൈവത്വത്തിൽ നമ്മളെ പങ്കുകാരാക്കിയിരിക്കുന്നു. ഇപ്പൊ ഈ പരിശുദ്ധ കന്യാമറിയം ഒക്കെ ആ ദൈവത്വത്തെ ഷെയർ ചെയ്താണ് നിൽക്കുന്നത്. അവന്റെ ശരീരത്തിന്റെ അവനിൽ തന്നെയാണ് യഥാർത്ഥത്തിൽ അതിന്റെയാണ് അതെ. അതുകൊണ്ട് ആ മഹത്വമാണ്. അത് ഇവരുടെ അണ്ടർസ്റ്റാൻഡിങ് തെറ്റേ. ഇവരുടെ ഈ ഡ്യുവലിസ്റ്റിക് അണ്ടർസ്റ്റാൻഡിങ്, അതായത് ഇത് രണ്ടും രണ്ടായിട്ട് ഇവര് കാണുന്നത്, സെപ്പറേറ്റഡ് ആണ്. ഇവരൊക്കെ ഉള്ള പരാജയം. നമ്മുടെ കൃത്യമായ ദൈവശാസ്ത്രമാണ്. അതുകൊണ്ടാണ് ഈ വിശുദ്ധന്മാരെ ആഘോഷിക്കുന്നത്. ഇപ്പൊ നമ്മുടെ ഈ ചിത്രങ്ങളും ഐക്കണുകളും എന്നുള്ള ഒരു അധികം പേർക്ക് അറിയാൻ മേലാത്ത ഒരു വിഷയമായിട്ട് പലപ്പോഴും ചിത്രങ്ങളല്ല, ഐക്കോൺസ്. ആക്ച്വലി അതൊരു ഐക്കൺ സ്പീക്സ് മെനി വേർഡ്സ്. അതായത് എ പിക്ചർ സ്പീക്സ് 1000 വേർഡ്സ് എന്നൊക്കെ പറയുന്നു. ഒരു ചിത്രം 1000 വാക്കുകൾ സംസാരിക്കും. ഈ ഐക്കോണോഗ്രാഫി എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ബ്രാഞ്ച്. ഐക്കോൺസ് വരയ്ക്കുന്നതിന് തന്നെ ഒത്തിരി പ്രത്യേകതകളുണ്ട്. അതിന് ഉപയോഗിക്കുന്ന നിറങ്ങള്, അത് എത്ര കോട്ട് പെയിന്റ് ചെയ്യുന്നു, അത് അതിന്റെ വലിയ ആശയമാണ്. അപ്പം ഐക്കോണുകളെ നോക്കി കഴിയുമ്പം ഐക്കോൺ ഒത്തിരി കാര്യങ്ങൾ നമ്മളോട് സംസാരിക്കുന്നുണ്ട്. ഇപ്പൊ കേവലം ഒരു പിക്ചർ അല്ലത്. 3-4 അധ്യായങ്ങൾ വായിക്കുന്ന ഒരു എഫക്റ്റ് ആണ് ഒരു പിക്ചർ കാണുന്നത്. അപ്പൊ ഐക്കൺ അതിന്റെ ഒരു ബയോഗ്രഫി പറയും, അല്ലെങ്കിൽ ഹിസ്റ്ററി പറയും, അല്ലെ വലിയൊരു ഇൻസിഡന്റിനെ ആയിരിക്കും കാണിക്കുന്നത്, അല്ലെങ്കിൽ ഒരു തിയോളജിക്കൽ കോൺസെപ്റ്റ് ആയിരിക്കും ആ ഐക്കണോഗ്രാഫിയിൽ വരച്ചു വെച്ചിരിക്കുന്നത്. ഇതെല്ലാം ഓർത്തഡോക്സ് ഐക്കൺസ് നോക്കുമ്പോൾ ഒന്നിൽ നമുക്ക് അവിടെ ഒരു ബയോഗ്രഫി കാണാൻ പറ്റും, അല്ലെങ്കിൽ അവർക്ക് ഒരു ഹിസ്റ്റോറിക്കൽ നരേഷൻ, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഇൻസിഡന്റ്, അല്ലെങ്കിൽ ഒരു തിയോളജിക്കൽ ആയിട്ടുള്ള ഒരു ഡോക്ട്രിൻ, ഇതൊക്കെ കാണാൻ പറ്റും. അങ്ങനെ അത് വരച്ചു വെച്ചിരിക്കും. അതുകൊണ്ട് അത് പള്ളികളിൽ വെക്കുന്നു. അതെ. ഇന്നത്തെ ആൾക്കാർക്ക് അധികം അതിന്റെ അർത്ഥം അറിയാത്തത് കൊണ്ട് അതിലേക്ക് ജസ്റ്റ് നോക്കി നിൽക്കുക അല്ലാതെ പ്രത്യേകിച്ച് ഒന്നും മനസ്സിലാവുന്നില്ല. ഐക്കണോഗ്രാഫിയെ പറ്റി പഠിക്കണം. അതിനകത്ത് ഓരോ ഐക്കണും കാണുമ്പോൾ അത് എന്താണ് അവിടെ വരച്ചിരിക്കുന്നത്, എന്താണ് അത് അർത്ഥമാക്കുന്നത് എന്ന് മനസ്സിലാക്കുക. നമ്മളിങ്ങനെ വഴക്ക് പിടിച്ച നമ്മുടെ സമയം അതിലേക്കൊക്കെ ഫോക്കസ് ചെയ്യുന്നുണ്ടായിരിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഓർത്തഡോക്സ് വിശ്വാസികളിൽ അങ്ങനെ ബലപ്പെട്ട് കാണുന്നില്ല. അത് സങ്കടകരമായ കാര്യമാണ്. അത് ഈ ദിവസങ്ങൾ, ഈ നാളുകളിലൊക്കെ ആളുകൾക്ക് പുതിയ ഇൻട്രസ്റ്റ് ഒക്കെ വരുന്നുണ്ട്. ഇപ്പൊ ഒത്തിരി ആളുകള് ഓർത്തഡോക്സി പഠിക്കാനും സുറിയാനി പാരമ്പര്യം പഠിക്കാനും ഒക്കെ ആയിട്ട് ഇപ്പൊ ഫേസ്ബുക്കിൽ തന്നെ ഒത്തിരി ഗ്രൂപ്പുകളുണ്ട്. ഈ ഹൈമനുത്തോ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പുണ്ട്, അതുപോലെ ഉറഹോ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ്, അങ്ങനെ ഒരുപാട് ഗ്രൂപ്പുകളുണ്ട്. അതിനകത്ത് ഈ കുറെ ചീപ്പ് ഗ്രൂപ്പുകളും ഉണ്ട്. പത്രോസിന്റെ വടക്കുതിര, മാർത്തോമയുടെ ചുണക്കുട്ടികൾ, ഗുഡ് ഫോർ നത്തിങ്. അത് ഓർത്തഡോക്സി ആയിട്ടൊന്നും ഒരു ബന്ധമില്ല, ഒരു പ്രയോജനമില്ലാത്ത കാര്യങ്ങളാണ്. അതിന്റെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്ന എത്രയോ ക്ഷുദ്ര മനസ്സുകളാണെന്നുള്ളത്. അവർക്ക് വളരെ അധികം അവർ എഫോർട്ട് എടുക്കുന്നുണ്ട്, ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ഗ്രൂപ്പുകളുടെ പിന്നിൽ പ്രവർത്തിക്കുന്നവർ അത് വിട്ടിട്ട് അവർ ട്രൂ ഓർത്തഡോക്സിയും ഈ ഡോക്ടറിനും ഒക്കെ പ്രചരിപ്പിക്കാൻ അവരുടെ സമയമൊക്കെ ചെലവഴിച്ചാൽ വളരെ നല്ലതായിരുന്നു. ഈവിൾ കാര്യങ്ങൾ കേൾക്കാൻ ആളുകൾക്ക് താല്പര്യമുണ്ട്. ഇപ്പൊ ഈ ഹൈമനുത്തോയുടെ ഗ്രൂപ്പില്, അല്ലെങ്കിൽ ഉറഹോ എന്ന് പറഞ്ഞതിനകത്ത് കഴിഞ്ഞ ദിവസം ഒരു ചർച്ച ഉണ്ടായിരുന്നു ജോർജ് ഗിരാസുമായിട്ടൊക്കെ ഉള്ള. ജോർജ് ഗിരാസിന്റെ ആ ചർച്ച വളരെ ബ്യൂട്ടിഫുൾ ആണ്. വളരെ കുറച്ച് ആളുകൾ അതൊക്കെ കാണുന്നുള്ളൂ. ഞാനത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുപോലെ ഉള്ള വൈജ്ഞാനികമായ ചർച്ചകൾ, അക്കാദമിക് നിലവാരത്തിലുള്ള കാര്യങ്ങൾ, അതൊക്കെ കൊണ്ടുവരാൻ കുറെ ആളുകൾ ശ്രമിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ അതൊരു നല്ല ഒരു ശുഭോദർക്കമായ സംഗതിയാണ്. പക്ഷെ കൂടുതൽ ആളുകൾ അതിലേക്ക് വരണം. അൽമായര് ഇറങ്ങണം.
ഏ അൽമായരിൽ നിന്നും ഈ സാധാരണ വിശ്വാസികള് അവർ ഈ മടിച്ചിരിക്കാതെ മുമ്പോട്ട് ഇറങ്ങി തിരിച്ചാൽ ഇതൊക്കെ കുറച്ചും കൂടെ പ്രായോഗിക തലത്തിൽ കുറച്ചും കൂടെ പ്രയോജനപ്പെടുന്ന രീതിയിലേക്ക് വരികയുള്ളൂ. അൽമായർക്ക് എല്ലാരും ചേർന്ന് പ്രവർത്തിക്കണം, നല്ലതായിരിക്കും. പ്രത്യേകിച്ച് എനിക്കൊന്ന് ഓർത്തഡോക്സിയുടെ തിരുമേനിമാരുടെയും തലയിൽ മാത്രം വെക്കാതെ. അതെ. ഇല്ല. ഇപ്പൊ നമ്മൾ ഈ ഓർത്തഡോക്സിയിൽ നമ്മൾ എങ്ങനെ നോക്കിയാലും ഇപ്പോൾ വിശുദ്ധ കുർബാന നോക്കിയാൽ അതിനകത്ത് അപ്പം ഒന്നാണ്, അതുകൊണ്ട് എല്ലാവരും അതിലൊന്നാണ്. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. പെന്തക്കോസ്തില് ആയിരുന്നപ്പോൾ ഈ ചർച്ച് ഗ്രോത്ത് പ്രിൻസിപ്പിൾ നമ്മൾ ക്ലാസ് എടുക്കുമ്പോഴേ എങ്ങനെ സഭ വളർത്തണം, അപ്പൊ ആ ക്ലാസ്സിൽ പതിവായിട്ട് ആവർത്തിക്കുന്ന ഒരു പല്ലവിയുണ്ട്, ഇടയനല്ല പ്രസവിക്കുന്ന, ആടുകളാണ് പ്രസവിക്കുന്നത്. അതുകൊണ്ട് പിന്നെ പുതിയ വിശ്വാസികളെ പിടിച്ചോണ്ട് വരാനുള്ള ഉത്തരവാദിത്വം വിശ്വാസികൾക്കാണെന്ന് ഇങ്ങനെ കണ്ടിന്യൂസ്, അങ്ങനെ വിശ്വാസികളായി പിടിച്ചോണ്ട് വരുന്നല്ല, അല്ലാതെ പാസ്റ്റർമാരങ്ങനെ പിടിക്കത്തില്ല. പിടിച്ചോണ്ട് വരുന്നതിനെ പരുവപ്പെടുത്തുന്ന പരിപാടിയാണ് പാസ്റ്റർമാർക്കുള്ളത്. അപ്പൊ ആ ഒരു കാഴ്ചപ്പാട് നമ്മുടെ ഓർത്തഡോക്സ് സഭയ്ക്കും ഉണ്ടായിട്ട്, ഇപ്പം അച്ഛന്മാരും തിരുമേനിമാരും തന്നെ അതെല്ലാം അവരുടെ ജോലിയാണെന്നുള്ള വിട്ടിട്ട് അപ്പം യുക്തമായ ഒരു പ്രാതിനിധ്യം, പങ്കാളിത്തം അൽമായർക്ക് കൊടുക്കുക. അത് കൊടുക്കാൻ അച്ഛന്മാരും തിരുമേനിമാരും തയ്യാറാകണം. അല്ലെങ്കിൽ അവരുടെ ഒരു മേൽനോട്ടം, മോണിറ്ററിങ് ഒക്കെ ഉണ്ടായിട്ട് അവർ തന്നെ അവരുടെ ഒരു മോണിറ്ററിങ്ങും ഒരു സഹകരണത്തോടു കൂടെ അതൊക്കെ ചെയ്താൽ വളരെ എഫക്റ്റീവ് ആയിരിക്കും. അല്ലാതെ ഇപ്പം ഭയങ്കരമുള്ള അച്ഛന്മാരെ കൊണ്ട് മാത്രമായിട്ട് ഇതൊന്നും നടക്കത്തില്ല. കാരണം അത്രയും ബൃഹത്തായ കാര്യങ്ങളല്ലേ. പിന്നെ ഈ ഓർത്തഡോക്സ് സഭയിലെ അൽമായര് ചിലരൊക്കെ ഒരുപാട് ആളുകൾ എനിക്ക് മെസ്സേജ് ഒക്കെ അയക്കുന്നുണ്ട്. നമ്മൾ അത്ഭുതപ്പെട്ടു പോകുന്നു. കാരണം അതുപോലെ അറിവും കഴിവുമുള്ള ആളുകളുണ്ട് കേട്ടോ. ചില ആൾ, അപ്പൊ ഞാൻ ചിലപ്പോൾ ചില ആളുകൾ അയക്കുന്ന മെസ്സേജ് ഒക്കെ കണ്ട് അത്ഭുതപ്പെട്ട് അവരെ വിളിച്ച് നിങ്ങൾ ആരാ എന്താന്നൊക്കെ ചോദിക്കുമ്പോൾ അവർ വെറും നല്ല എഡ്യൂക്കേറ്റഡ് ആണ്. അപ്പൊ ഒരുപക്ഷെ പ്രൊഫസർ ആയിരിക്കും, ഗവൺമെന്റ് സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്ത, ഈയിടെ ഒരു ചീഫ് എഞ്ചിനീയർ ആയിട്ട് റിട്ടയർ ചെയ്ത ഒരാള്. ഞാനോർത്ത് എത്ര നന്നായി വായിച്ചിട്ടുള്ള ഒരാളാണ്. പക്ഷെ അങ്ങനെയുള്ളവരുടെയൊക്കെ അറിവൊക്കെ എങ്ങും എത്താതെ പോവാ. ഒരു പ്രതിവാക്യം ഒച്ചയെ ചൊല്ലി അവർ അവസാനിപ്പിക്കുകയാണ്. 5 ഓണം ആഘോഷിക്കാൻ നീ പണ്ട് കളിയാക്കും ഓർത്തഡോക്സുകാരി, അതറിയോ ദിലീപിന്? ഇല്ല. 5 ഓണം ആഘോഷിക്കുക, ഞാൻ വന്നോണം നിന്നോണം കണ്ടോണം കേട്ടോണം പൊക്കോണം. അതെ, ഈ 5 ഓണം ആഘോഷിച്ച് നീ പൊക്കോ എന്നുള്ളതാണ്. പക്ഷെ ഇന്നത്തെ ഈ ക്രൈസിസിന്റെ പശ്ചാത്തലത്തിൽ അൽമായർക്ക് ട്രെയിനിങ് കൊടുക്കണേ അങ്ങനെ കൊടുത്ത്, ഇപ്പൊ തന്നെ ദിവ്യബോധനം എന്ന മറ്റൊരു കോഴ്സ് ഉണ്ടല്ലോ, അതിൻ്റെ കൂടെ വേറെ ഒരു എക്സ്ട്രാ കോഴ്സും എല്ലാം കൂടെ കൊടുത്ത് ഈ അൽമായരെ ക്വാളിഫൈ ചെയ്ത്, ഇപ്പൊ അവർക്ക് പ്രത്യേകിച്ച് ശമ്പളം ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഒന്നാമത് ഈ നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ, നല്ല ഇൻകം ഒക്കെ ഉള്ള ഒരുപാട് ആളുകളുണ്ട്, പ്രൊഫഷണൽ ആയിട്ടുള്ള ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ്, IT പ്രൊഫഷണൽസ് ഒക്കെ ഈ ശുശ്രൂഷ ചെയ്യാൻ താല്പര്യമുള്ള ഒരു ഓർത്തഡോക്സ് സഭയിലുണ്ട്. അങ്ങനെയുള്ളവരെ കണ്ടെത്തിയിട്ട് ഈ ദിവ്യബോധനത്തിന്റെ കൂടെ ഒരു എക്സ്ട്രാ കോഴ്സ് കൂടെ വെച്ച് അവരെ ഗ്രാജുവേറ്റ് ചെയ്യിച്ച് അവർക്കൊരു അപ്രൂവൽ ഒക്കെ കൊടുത്ത് അവരെ കൊണ്ട് ഈ മിനിസ്ട്രി ചെയ്യിക്കാമെങ്കിൽ വളരെ എഫക്റ്റ് ആയിരിക്കും. കാരണം ഇപ്പൊ എല്ലാ അച്ഛന്മാർക്കും ഒന്നും ഈ തിയോളജി അറിയണമെന്നോ അല്ലെങ്കിൽ അത് ഈ പറയാനുള്ള ആ ഒരു കഴിവില്ലെന്ന് വെച്ചോ. പക്ഷെ ആ കഴിവ് വളരെ കൂടുതലുള്ള അൽമായരുണ്ട്. അപ്പൊ അവരെ കണ്ടെത്തി ഉപയോഗിക്കണം. അതൊക്കെ സഭയ്ക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇത് ഈ സമയത്ത് ഇതൊക്കെ ചെയ്യണ്ടല്ലേ, ഇനി കുറെ നാൾ കഴിഞ്ഞാൽ ഒന്നും ചെയ്യേണ്ടി വരത്തില്ല. ഇവിടെ പൂനെയിലൊക്കെ ലേ ലീഡർഷിപ്പ് എന്നും പറഞ്ഞൊരു സംഭവം, ഇവിടെയുള്ള ലേ ലീഡർഷിപ്പ് ഉള്ള ചർച്ചകൾ മാത്രമേ നിലനിൽക്കുകയും വളരെ ചെയ്യത്തുള്ളൂ. ഇപ്പൊ സുറിയാനി സഭ നോക്കിക്കഴിഞ്ഞാൽ ഈ പാട്ട് മുഴുവൻ എഴുതിയ മാറപ്പുറം ഒരു ലേമേനായിരുന്നു. ലേ ലീഡർഷിപ്പ് വളരെ പ്രസക്തിയുള്ള, അതുപോലെ പല ലേമേന്മാര് പാത്രീർക്കീസുമാരായിട്ടുണ്ട്. ലേമേനെ പിടിച്ച് പാത്രീർക്കീസ് ആക്കിയിട്ടുണ്ട്. ഇത് ഈ പിന്നെ പൗരോഹിത്യം എന്നത് ആ ശുശ്രൂഷ ചെയ്യാൻ വേണ്ടിയല്ലേ. അപ്പൊ അതിന് പൗരോഹിത്യ മേധാവിത്വം ഉണ്ടായി എന്നുള്ളതാണ് സഭയ്ക്ക് വന്ന ഒരു ദുര്യോഗം. അതായത് അൽമായനെയും പട്ടക്കാരനെയും കൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്തു. ഈ അൽമായരും പട്ടക്കാരും കൂടെ ചേരുന്നതാണ് സഭ. ഇപ്പൊ ഈ അടുത്ത ദിവസം മാർപ്പാപ്പയുടെ പ്രസ്താവന ഉണ്ടായിരുന്നല്ലോ, വിശുദ്ധ കുർബാന ഒഴികെ സകല കൂദാശ അൽമായന് ചെയ്യാന്ന് പറഞ്ഞു. വായിച്ചായിരുന്നു?
വായിച്ചായിരുന്നു കണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞത് ഇത് നമ്മൾ മനസ്സിലാക്കണം എന്ന് പറഞ്ഞ് സഭയെ തോന്നിയാസം നടക്കാനും അങ്ങനെയല്ല. പക്ഷേ യുക്തമായ രീതിയിൽ നമ്മുടെ സഭയുടെ അധികാരികളൊക്കെ അത് ചിന്തിച്ച് പ്രവർത്തിച്ചാൽ വളരെ നല്ലതായിരിക്കും. കാരണം അതുപോലെ കഴിവുള്ള ഒരു ഓർത്തഡോക്സ് സഭയിലുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. ഈ ചില വാട്സാപ്പ് ഗ്രൂപ്പിലൊക്കെ ആളുകൾ ഇടുന്ന വോയിസ് ക്ലിപ്പൊക്കെ കേട്ടാൽ നമ്മൾ അത്ഭുതപ്പെട്ടു. അതുപോലെ കഴിവുള്ളവരുണ്ട്. കഴിവൊന്നും പ്രയോജനപ്പെടുന്നില്ല. പ്രത്യേകിച്ച് അങ്ങനെയുള്ളവരെ എനിക്ക് സഭാ സമാധാനത്തിന് വേണ്ടിയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് വേറെ. ഞാൻ പൊളിറ്റിക്സ് അല്ല, സഭ ആ വിഷയമല്ല ഞാൻ പറഞ്ഞു. ഈ തിയോളജിയും ഡോക്ടറിനും നമ്മുടെ കൂതാശകളും ലിറ്റർജി എല്ലാം അറിയാവുന്ന അൽമായരുണ്ട്. അപ്പൊ അവരുടെ സേവനം ഉപയോഗപ്പെടുത്തണം. അവരുടെ സേവനം ഉപയോഗപ്പെടുത്തി നന്നായി പഠിപ്പിക്കണം. ഈ ഓർത്തഡോക്സ് സഭയിലെ അച്ഛന്മാർക്കൊക്കെ ഈ ഭയങ്കര ജോലിഭാരം. ഇപ്പൊ 500 വീട്ടുകാരുള്ള ഒരു പള്ളിയിലെ അച്ഛനാന്ന് വെക്കുക. ഈ 500 വീട്ടുകാരുള്ള പള്ളിയിലെ അച്ഛൻ വിശുദ്ധ കുർബാന കഴിഞ്ഞു ചിലപ്പോൾ 3-4 മാമോദിസ കാണും. മാമോദിസ കഴിയുമ്പോൾ ചിലപ്പം പെരകൂതാശ കാണും. പെരകൂതാശ കഴിയുമ്പോൾ ഒരു കല്യാണം കാണും. ഉച്ച കഴിയുമ്പോൾ ഒരു ചവാടക്ക് കാണും. മനസ്സിലായേ? പിന്നെ ആ പുള്ളി എപ്പോ പോയി പഠിപ്പിക്കാനും എപ്പോ പോയി വീട് വിസിറ്റ് ചെയ്യാനുമാണ്. പക്ഷെ പെന്തക്കോസ്റ്റൽ സഭകളിൽ അങ്ങനെയല്ല. പെന്തക്കോസ്റ്റൽ സഭ അവർ 7 ദിവസവും ഇങ്ങനെ ഇറങ്ങുകയാണ്. അവർക്ക് അവരുടെ വീടുകളിൽ തന്നെ ആഴ്ച 2 പ്രാവശ്യം പോകാനും അയൽവക്കത്ത് പോയി ചെറിയ ചെറിയ മൈനൊക്കെ കുഴിച്ചിടാനും ഒക്കെ ഉള്ള സമയം അവർക്കുണ്ട്. അപ്പൊ അങ്ങനെയുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. അപ്പൊ അതിനെ ചെറുക്കാനും തടയിടാനും ഇപ്പുറത്ത് അൽമായരുടെ ഒരു ഇത് വന്നാലേ നടക്കത്തുള്ളൂ. കാരണം അൽമാരുടെ പറഞ്ഞാൽ അപ്പൊ അവർക്ക് പെയ്ഡ് ആയിട്ടുള്ള സ്റ്റാഫ് അല്ലല്ലോ. അവർ സെൽഫ് സപ്പോർട്ടഡ് അല്ലേ. ജോലിയൊക്കെ ഉള്ള ആളുകൾ ഇതിനകത്ത് ഡെഡിക്കേറ്റഡ് ആയിട്ടും ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവരുണ്ട്. അങ്ങനെയുള്ളവരെ കണ്ടെത്തി വേണ്ടി വന്നാൽ അവർക്കൊരു ശമ്മാശി വട്ടം വല്ലതും കൊടുക്കണം. ഈ മൈനർ ഓർഡേഴ്സ് എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. അത് സഭയിൽ തിരിച്ചു കൊണ്ടുവരാതെ സഭ ചെവുവാകത്തില്ല. സഭയിൽ മൈനർ ഓർഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാട്ട് പാടുന്നതിന് മസ്പ്രോനോ ശംശാനോ കോറൂയോ പട്ടം എന്നൊക്കെ പറഞ്ഞ് ഉണ്ട്. അതായത് വായിക്കുന്നവനൊരു പട്ടം, പാട്ട് പാടുന്ന ഒരു പട്ടമാണ്. ഇന്ന് ചുമ്മാ അൽമാര് നിന്ന് പാടുകയല്ലേ. അല്ലാതെ അതൊരു പട്ടമായിട്ട് തന്നെ കൊടുത്ത് കോറൂയോ സ്ഥാനം, പൂർണ്ണ ഷമ്മാശന്മാരും അങ്ങനെ ഈ ഷമ്മാശന്മാരായിട്ട് ഒരുപാട് പേരെ വാഴിക്കാൻ പറ്റും. സഭയിൽ ഷമ്മാശന്മാരുടെ എണ്ണം കൂടുമ്പോൾ സഭയ്ക്ക് ഐശ്വര്യം വർദ്ധിക്കും. കാരണം ഈ സ്തേഫാനോ സഹത ഒരു ഷമ്മാശനായിരുന്നല്ലോ. അപ്പൊ ഈ ഞാൻ പറഞ്ഞ IT പ്രൊഫഷണൽസ്, ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ് അങ്ങനെയൊക്കെയുള്ള ഒരു ധാരാളം ആളുകൾ നമ്മുടെ തിയോളജി ലിറ്ററേച്ചർ നന്നായിട്ട് അറിയാവുന്ന ഒത്തിരി ആളുകളുണ്ട്. അപ്പൊ ഞാൻ പലരോടും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അവർക്കൊക്കെ വലിയ സന്തോഷം. അവർ ശമ്മാശി വട്ടമൊക്കെ കിട്ടി. അപ്പൊ അവരെയൊക്കെ ഓരോ ശമ്മാശി വട്ടമൊക്കെ കൊടുത്ത് അതാത് പള്ളികളിലാക്കി വെക്കാമെങ്കിൽ ഈ സഭയുടെ ആ പൗരോഹിത്യം അല്ലെങ്കിൽ ആ നമ്മൾ പറയുന്നത് ആ ഹൈറാർക്കിയിൽ അത്രയും റിച്ച് ആകില്ലേ നമ്മള്. ഇപ്പൊ നമുക്ക് മലങ്കര സഭയിൽ 1000 ശമ്മാശന്മാര് ഈ കൊല്ലം വാഴിക്കാം. ഇമ്മീഡിയറ്റ് ആയിട്ട് 1000 ശമ്മാശന്മാരെ വാഴിക്കാം. 1000 ശമ്മാശന്മാരുണ്ട്. അതായത് ഒരു പൈസ പോലും ശമ്പളം വേണ്ടാതെ സർവീസ് ചെയ്യാൻ തയ്യാറുള്ള എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള വെൽ സെറ്റിൽഡ് ആയിട്ടുള്ള ആളുകളുണ്ട്. 1000 പേര് എടുക്കാനുണ്ട്. 1000 ശമ്മാശന്മാരുടെ വാഴ്ച മലങ്കര ഓർത്തഡോക്സ് സഭ അങ്ങ് നടത്തണം. എങ്ങനെയുണ്ട്? അവർക്ക് ട്രെയിനിങ് കൊടുക്കണം. അത് ഒരു ബാധ്യത സഭയ്ക്ക് വരുന്നില്ല. അങ്ങനെയാണ് ഈ സഭയെ സ്ട്രെങ്തൻ ചെയ്യേണ്ടത്. അപ്പൊ ഒരു പള്ളിയിലാണേലും ശുശ്രൂഷയ്ക്കാണേലും ഒരു അടുക്കും ചിട്ടം വരും, ഒരു സ്ട്രെങ്ത് വരും, ശുശ്രൂഷ കൂടുതൽ ബ്യൂട്ടിഫുൾ ആവും. ഇതൊക്കെയാണ് നോക്കണ്ടേ. അല്ലാതെ വേറെ വല്ല കാര്യം ചിന്തിച്ചിട്ടുണ്ടല്ലേ. ഇങ്ങനെ സഭയെ സ്ട്രെങ്തൻ ചെയ്യണ്ടേ. താഴെ തട്ട് ബലവത്താവും. ഇപ്പൊ നമ്മളിപ്പോ ആരോട് പറയണേ? എനിക്കാണ് ഇതിനകത്തൊന്നും ആരും പരിചയമില്ല. ദിലീപിന് പരിചയമുണ്ടേ പറ. നമ്മൾ അടുത്ത വേറെ വല്ല വിഷയമുണ്ടോ? വേറെ വിഷയങ്ങൾ വല്ലതും ഉണ്ടോ നമുക്ക് ഇനി അടുത്തത്? സമയം കുരിശ് കഴിഞ്ഞ് എനിക്കിന്ന് കുറെ ചോദ്യങ്ങളുണ്ട്. സമയമുണ്ടോ? സമയമൊക്കെ ഉണ്ട്, ചോദിച്ചു. നമ്മുടെ ഈ പള്ളി പെരുന്നാളുകള്, റാസകള്, ഇതെല്ലാം ജാതീയമായ ആചാരങ്ങളാണ്. കർത്താവോ ശിഷ്യന്മാർ ഇവ നടത്തിയതായിട്ട് ബൈബിളിൽ കാണുന്നില്ല. അപ്പൊ ഇത് എവിടെ നിന്നാണ് ഇത് കൊണ്ടുവന്നത്? ഇത് ജാതീയമായ ആചാരങ്ങൾ സഭയിലേക്ക് വലിച്ചു കയറ്റിയതല്ലേ എന്നതാണ് ചോദ്യം.
കർത്താവായ യേശു ക്രിസ്തു പരിപ്പോടെ തിന്നായിട്ട് ബൈബിളിലുണ്ടോ? നമ്മൾ എന്തിനാണ് പരിപ്പോടെ തിന്നുന്നത്? ഇങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുന്നത്? നമുക്ക് ഇതൊക്കെ ഒരു ഇതൊക്കെ ഇവർ ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ഈ നമുക്കതിനൊക്കെ ഉത്തരവുണ്ട്. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, പെന്തക്കോസ്തൽ സഭയിലെ പ്രധാന സഭയാണ് IPC. ഈ IPC-കാരുടെ കൺവെൻഷൻ, കുമ്പനാട് കൺവെൻഷൻ എന്ന് പറഞ്ഞൊരു മാമാങ്കം നടത്തും എല്ലാ കൊല്ലവും ജനുവരിയിൽ. ഇവരതിന് പന്തൽ ഇടുന്നതിന്, പന്തലിന് കാൽനാട്ട് കർമ്മം എന്ന് പറഞ്ഞൊരെണ്ണമുണ്ട്. പാസ്റ്റർമാർ വന്ന് പ്രാർത്ഥിച്ചൊരു കാലിടും. അതെന്തിനാണെന്ന് പെന്തക്കോസ്തുകാരെന്ന് പറയുകയാണെങ്കിൽ നമ്മളെ റാസായും വെടിക്കെട്ടും ഒക്കെ എന്തിനാന്ന് അങ്ങോട്ട് പറയും. ചർച്ച് ഓഫ് ഗോഡ് എന്ന് പറഞ്ഞൊരു കൂട്ടരുണ്ട് തിരുവല്ല, ലവന്മാരും ഇടും കാല് പ്രാർത്ഥിച്ച്. എന്നിട്ട് അതിന്റെ പടം ഒരു ജാള്യതയും ഇല്ലാതെ ഈ അവന്മാരുടെ കുറെ മഞ്ഞപ്പത്രം ഉണ്ട്, അതിനകത്തെല്ലാം അടുപ്പിച്ച് വരുത്തുകയും ചെയ്യും. പാസ്റ്റർ ഡാഷ് 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 പ്രാർത്ഥിക്കുന്ന കാൽനാട്ട് കർമ്മം, കുറെ അത് ഇളിച്ചു പിടിച്ച് നിൽക്കുന്ന ഫോട്ടോ ഇങ്ങനെയാണ്. ഗൂഗിളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം കാൽനാട്ട് കർമ്മത്തിന്റെ പടങ്ങൾ. എന്ന് പറഞ്ഞാൽ ഇവന്മാർക്കൊന്നും ഇല്ലാഞ്ഞുകൊണ്ട് ഇതിനെയൊക്കെ കുറ്റം പറഞ്ഞുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാകാൻ തുടങ്ങും. അതൊക്കെ എന്ത് ചെയ്യും? ഇപ്പൊ തന്നെ ഇവരുടെ സ്റ്റേജിൽ ലൈറ്റ് അടിച്ചിട്ട് പുക വെക്കുന്ന കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ലേ? അത് ഞാൻ പുകയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു, നേരത്തെ ഉണ്ടെന്ന് തോന്നുന്നല്ലേ. ഫോഗ് മെഷീൻ വെച്ചിട്ട് ഈ കളർ ലൈറ്റ് കൊടുക്കും സ്റ്റേജിലോട്ട്. എന്നിട്ട് ഈ പോലെ ഈ ഇറങ്ങേണ്ട ഗൂഗിളിൽ നോക്കിയാൽ കാണാം, അല്ല യൂട്യൂബിൽ നോക്കിയാൽ കാണാം, അങ്ങനെ കിടന്ന് ചാടുകയൊക്കെ ചെയ്യും. എന്തോ അപ്പൊ നമ്മളെ ഇവിടെ ധൂപക്കുറ്റി കുന്തിരിക്കം ഇട്ട് ധൂപ് അർപ്പിക്കുമ്പം അത് പിശാച്. യാതൊരു അർത്ഥവും ഇല്ലാതെ ഫോഗ് മെഷീൻ വെച്ച് പുകയടിച്ച് അവർ ഡാൻസ് ചെയ്യുമ്പോൾ അത് ശ്രേഷ്ഠം എന്ന് പറഞ്ഞ് ഇല്ലായ്മയുടെ കാലത്ത് കുറ്റം പറഞ്ഞൊക്കെ നടന്നു. ഇപ്പം 10 പുത്തനൊക്കെ ഉണ്ടായി, ഇനിയിപ്പോ പുകയും വേണം, കളറും വേണം, ഇതൊക്കെ വേണം. എന്നാൽ ഇത് കൊണ്ടുവരാൻ പറ്റത്തൂല, അതിന് വേറെ പേര് കൊണ്ടുവരിക. ഇതൊക്കെ പറഞ്ഞാണ് പണ്ട് മലങ്കര ക്രിസ്ത്യാനികളെ പിടിച്ചോണ്ട് പോയത്. ആചാരമാണ്, അതാണ് ഇതാണ്. നമുക്ക് ആഭരണം വേണ്ട, ധൂവക്കുറ്റി വേണ്ട, കുന്തിരിക്കം വേണ്ട, കുരിശ് വേണ്ട, ഇപ്പൊ എല്ലാം വേണം. ഇപ്പൊ ആഭരണമായി, പുകയായി, കളറായി, ഇപ്പൊ കുരിശായി, ഓരോന്നിങ്ങനെ കൊണ്ടുവരിക. അപ്പൊ അതൊന്നും അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങൾ. പിന്നെ നമ്മളെ സംബന്ധിച്ച് നമ്മൾ പിന്നെ റാസായിൽ ഇതെല്ലാം ഉപയോഗിക്കുന്നത്, അല്ലെ പള്ളിയിൽ പെരുന്നാളിന് ഉപയോഗിക്കുന്നത് കഴിഞ്ഞാൽ ക്രിസ്ത്യാനികൾക്ക് സാമൂഹികമായിട്ട് കിട്ടിയ അംഗീകാരമാണ് 72 പദവികൾ എന്ന് പറയുന്നത്. മുത്തുക്കുട, ആലവട്ടം, വെഞ്ചാമരം, ഇങ്ങനെ ഇതൊന്നും പണ്ട് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റത്തില്ലായിരുന്നു. ഏറ്റവും ഉന്നതരായ സാമൂഹ്യ വ്യവസ്ഥയിൽ ഉന്നത ജാതിക്കാർക്ക് മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്, ബ്രാഹ്മണർക്ക് മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന സംഗതികളായിരുന്നു. അല്ലാതെ അവിടെ കിടക്കുന്ന ഇവനൊന്നും അന്ന് മുത്തുക്കുട എന്താണെന്ന് വെച്ചാൽ കൈ വെട്ടിക്കളയും. അപ്പൊ ആ കാലഘട്ടത്തിൽ ക്രൈസ്തവർക്ക് കിട്ടിയ സാമൂഹിക അംഗീകാരമാണ്. അതുകൊണ്ട് ആ പാരമ്പര്യമുള്ള സഭകള് അത് പെരുന്നാളിന് ഉപയോഗിക്കുമ്പോൾ ആ ഒരു ജാതി മേൽക്കോയ്മ കാണിക്കുന്നതാണ്. പാരമ്പര്യമായിട്ട് വന്നുകൊണ്ട് അതങ്ങ് ഉപയോഗിക്കുന്നു. പിന്നെ അതിനൊക്കെ ഓരോ അർത്ഥങ്ങൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. അതൊരു സിംബോളിക്കൽ പ്രസന്റേഷൻ ആയിട്ട്. അപ്പൊ അത്രേ ഉള്ളൂ അത് ഉപയോഗിക്കും. അതുപോലെ തന്നെ പെരുന്നാളുകള് കർത്താവ് യഹൂദന്മാരുടെ പെരുന്നാളുകൾ പങ്കെടുക്കുകയും ഈ പെന്തിക്കോസ്തി പെരുന്നാളിന് മുമ്പ് യെരുശലേമിൽ എത്തുവാൻ പൗലോസ് ആഗ്രഹിച്ചായിട്ടൊക്കെ നമ്മൾ കാണുന്നു. വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റും. പെരുന്നാളുകൾക്ക് പ്രസക്തിയുണ്ട്. നമ്മുടെ ദൈവം തന്നെ പെരുന്നാളുകളുടെ ദൈവമല്ലേ. എന്റെ ജനത്തെ ഉത്സവം ആചരിക്കേണ്ടതിന് വിട്ടയക്കാനാണല്ലോ ഫറവോനോട് പറയുന്നത്. വേറൊരു ചോദ്യം കൂടെ ചോദിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഇത് കുറച്ച് വലിയൊരു സബ്ജക്റ്റ് ആണ്, എന്നാലും ഒരു ചോദ്യമായിട്ടൊക്കെ ചോദിക്കുക. പെരുന്നാളുകൾ എന്തിനാണ് ആചരിക്കുന്നത് എന്നുകൂടെ വിശദീകരിക്കാമോ എന്ന് ഷിബു ജേക്കബ് ചോദിച്ചിട്ടുണ്ട്. പെരുന്നാളുകൾ എന്തിനാചരിക്കുന്നത് വിശദീകരിക്കാൻ പറ്റുമോ? നമ്മുടെ ദിലീപിന് വിശദീകരിക്കോ? ശിവജാന പറയുന്നതായിരിക്കും അതിന്റെ സ്വഭാവമായിട്ടുള്ളത്. അല്ലല്ല, ദിലീപ് പറഞ്ഞു. ശിവജാൻ തന്നെ പറഞ്ഞു. അല്ലല്ല, പെരുന്നാൾ ആചരിക്കുക എന്ന് പറഞ്ഞത് സെലിബ്രേഷൻ ഓഫ് മെമ്മറി അല്ലേ. മെമ്മോറിയൽ സെലിബ്രേഷൻ ആണ് പെരുന്നാൾ. ഓരോ പെരുന്നാളും ഒരു ഓർമ്മയാണ്. ഇപ്പൊ പെസഹ എന്ന് പറഞ്ഞാൽ പെസഹ പെരുന്നാളാണ്. അത് അവര് റിമംബറൻസ് അല്ലേ. അപ്പൊ ഓർമ്മകളുടെ ആഘോഷമാണ്. ഓർത്തഡോക്സ് സഭ എന്ന് പറഞ്ഞാൽ തന്നെ ഓർമ്മകളുടെ വലിയ കൂമ്പാരമാണ്. ഒരുപാട് മെമ്മറീസ് അല്ലേ. പെന്തക്കോസ്ത് എന്ന് പറഞ്ഞാൽ മുഴുവൻ ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ അവർക്കുള്ളൂ. എന്റെ പൊന്നോ ഓർമ്മിപ്പിക്കല്ലേ എന്ന് ഉണ്ടല്ലോ സുരാജ് വെഞ്ഞാറമൂട് പറയുന്നല്ലോ, അതാണ് പെന്തക്കോസ്ത് ജീവിതം. അതുകൊണ്ട് അവർക്ക് പെരുന്നാളില്ല.
പക്ഷെ ഓർത്തഡോക്സിൽ എന്ന് പറഞ്ഞാൽ ഓരോ നഷ്ടം പോലും ഓരോ മരണം പോലും ഓർക്കുകയാണ്. കാരണം വലിയ പ്രത്യാശയിലാണ് അവരൊക്കെ മരിച്ചു പോയിട്ടുള്ളത്. രക്തസാക്ഷികള് സഹോദരന്മാരെയൊക്കെ ഓർക്കുകയാണ്. അതുകൊണ്ടാണ് ഓർമ്മകളുടെ വലിയ കൂമ്പാരമാണ് ഓർത്തഡോക്സ്. ദാറ്റ്സ് ഇറ്റ്. അതുകൊണ്ടാണ് നമ്മൾ പെരുന്നാൾ ആഘോഷിക്കുന്നത്. പക്ഷെ ഈ ഓർമ്മയെന്ന് പറയുമ്പോൾ നമ്മൾ ഈ മലയാളത്തിലുള്ള ആ ഒരു ഓർമ്മയെന്നതിനേക്കാൾ ഉപരിയായിട്ട് അതിനുള്ളൊരു ഗ്രീക്ക് പദം കർത്താവ് പറയുന്നുണ്ടല്ലോ, എന്റെ ഓർമ്മയ്ക്ക് വേണ്ടി നിങ്ങൾ ചെയ്യുന്നുള്ളത്. അപ്പോൾ അതിനെ ബേസ് ആ ഒരു ഓർമ്മ എന്നുള്ളത് ആ ഒരു ശകലം കൂടെ ഒരു ഉന്നതമായ ഒരു അർത്ഥമുള്ള ഒരു വാക്കല്ലേ നമ്മള് സഭയിൽ ഓർത്തഡോക്സിൽ വിശുദ്ധ കുർബാനയെ ഉപയോഗിക്കുന്നത്. പറ്റി അല്ല ഈ പറഞ്ഞത്, ഞാൻ പെരുന്നാളുകളെ പറ്റി ആണ് പറഞ്ഞത്. അടുത്ത ചോദ്യം ചോദിച്ചോട്ടെ. ഏത് ഗ്രീക്ക് വാക്കിന്റെ കാര്യമാണ് പിന്നെ ദിലീപ്? ഒരു അനാംനസിസ്, അങ്ങനെ ഒരു ഗ്രീക്ക് വാക്കുണ്ട്. അനാംനസിസ് എന്നാണ് ഗ്രീക്കിൽ പറയുന്നത്. അത് നമ്മൾ വിശുദ്ധ കുർബാനയെ പറ്റി പറയുമ്പോൾ പറഞ്ഞാൽ പോരെ? അല്ല, ഈ വിശുദ്ധ കുർബാനയെ നമ്മൾ ഈ പെരുന്നാളുകളുടെ പെരുന്നാൾ എന്നൊക്കെ വിശേഷിപ്പിക്കാറുണ്ട്. അപ്പൊ മിക്കവാറും എല്ലാ പെരുന്നാളുകളിലും നമ്മൾ ഇന്ന് വിശുദ്ധ കുർബാന ഇല്ലാതെ ഒരു പെരുന്നാൾ നമ്മൾ കാണുന്നുമില്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെ ചോദിച്ചത്, അതുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഇത് ചോദിച്ചതാണ്. അത് ലിറ്റർജിക്കൽ തിയോളജിയിലെ നമ്മുടെ കീ വേർഡാണ്. നമ്മുടെ പ്രത്യേകിച്ച് സ്ഥാപന വചനങ്ങളൊക്കെ പറയുമ്പോൾ ആ വാക്ക് അനാംനസിസ് ആണ്. നമുക്കത് വിശുദ്ധ കുർബാന വരുമ്പോ പറയാം. അടുത്ത ചോദിച്ചു. ഒരു ചോദ്യം കൂടെ ചോദിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാൻ ശ്രമിച്ചേ. ഒരു പ്രത്യേകിച്ച് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം കേൾക്കുന്നത്, ബൈബിളിൽ കാണുന്ന കാര്യങ്ങൾ മാത്രമാണ് ഒരു സഭ അനുസരിക്കേണ്ടത്, അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങളൊന്നും സ്വീകരിക്കേണ്ട ആവശ്യമില്ല. ഇപ്പം ബൈബിളാണ് എല്ലാത്തിനും ആധാരം, സഭയല്ല. ബൈബിളിൽ എന്ത് പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം, അല്ലാതെ സഭ പറയുന്ന കാര്യങ്ങൾ അത് ഫോളോ ചെയ്യേണ്ട കാര്യമില്ല എന്ന് പറയുന്നു. അപ്പം സഭയാണോ ബൈബിളാണോ നമ്മൾ യഥാർത്ഥത്തിൽ ഒരു ആധാരമായിട്ട്, അല്ലെങ്കിൽ ഒരു ഒതന്റിക്കേഷൻ എന്ന് പറയുന്നത് ഏതാണ്? അതിപ്പോ ബസ് സ്ഥിരം യാത്ര ചെയ്യുന്ന ഈ ടിക്കറ്റിന്റെ ബുക്ക് ഉണ്ടല്ലോ, കണ്ടക്ടർ ടിക്കറ്റ് എഴുതി കൊടുക്കുന്നത്. അപ്പൊ ടിക്കറ്റ് ബുക്ക് മാത്രമേ അവർ കാണുന്നുള്ളൂ. അവരെ സംബന്ധിച്ച് ബസ്സിന്റെ ഏറ്റവും വലിയ ആധികാരിക രേഖ ടിക്കറ്റ് ബുക്കാണ്. അതേസമയം അവിടെ വേറെ RC ബുക്കും ഇൻഷുറൻസും വേറെ പേപ്പറൊക്കെ ഉണ്ട്, അത് നിമാർക്ക് അറിയത്തില്ലല്ലോ. അവരെ സംബന്ധിച്ച് ബസ്സിന്റെ ഓണർഷിപ്പ് ഒക്കെ അവിടെയല്ലേ ഇരിക്കുന്നത്, അല്ലെ ടിക്കറ്റ് ബുക്കിലാണ് ഇരിക്കുന്നത്. ഇവരെ സംബന്ധിച്ച് ആ ടിക്കറ്റ് ബുക്ക് അടിച്ചെടുത്തോണ്ട് ബസ് തന്നെ കൂടെ പോകുന്നതൊക്കെയുള്ള ചിന്തയാണ്. ബസ് അവിടെ കിടക്കത്തേ ഉള്ളൂ. പിന്നെ പിള്ളേർ ടിക്കറ്റ് എഴുതി കൊടുക്കും. എന്റെയൊക്കെ ചെറുപ്പത്തിൽ ഞങ്ങൾക്ക് ടിക്കറ്റ് ബുക്ക് കിട്ടും. അയ്യോ, എനിക്കൊരു ടിക്കറ്റ് ബുക്ക് കിട്ടിയായിരുന്നു കുഞ്ഞിലേ. ഇങ്ങനെ നീളത്തിരിക്കും, കണ്ടിട്ടുണ്ടോ പഴയ കാലത്തെ ഈ ടിക്കറ്റ് ബസ്? അല്ലല്ല, പ്രൈവറ്റ് ബസ്സിന്റെ. അങ്ങനെ അത് KRS ബസ് ഒരു റാക്കല്ലേ, റാക്കൊന്നും കിട്ടിയിട്ടില്ല. ടിക്കറ്റ് ബുക്ക് എനിക്ക് കിട്ടി. എനിക്ക് 4 എണ്ണം കിട്ടി. അന്ന് സ്കൂളിൽ ഞാൻ വലിയ ഹീറോ ആയിരുന്നു, കാരണം പിള്ളേർക്കൊക്കെ എഴുതി കൊടുക്കുക. അപ്പൊ അതില് പിന്നെ ഒരു ബുക്ക് തന്നെ ഞാൻ ഒരുത്തന് കൊടുത്തു. എന്റെ വലിയൊരു കൂട്ടുകാരനായിരുന്നു, അവനും കുറെ അങ്ങ് ഇത് ചെയ്തു. ടിക്കറ്റ് ഈ ടിക്കറ്റ് ബുക്കുമായിട്ട് ഞാൻ പോയ അതിൽ കൂടുതൽ കാര്യമൊന്നും പെന്തക്കോസ്തുകാർ ബൈബിളായിട്ട് നടക്കുന്നുണ്ട് എനിക്കൊന്നും തോന്നുന്നില്ല. കാരണം ശരിയായ രീതിയിൽ നമ്മളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ ദയനീയം എന്നേ പറയാനുള്ളൂ. വളരെ 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 ദയനീയം, വളരെ ദയനീയം, വളരെ. പണ്ട് ഈ സൗദി രാജാവ് ഇംഗ്ലണ്ടിൽ ചെന്ന് കുറെ നാൾ താമസിച്ചു കഴിഞ്ഞ് ഇംഗ്ലണ്ടിൽ നിന്ന് പോകാൻ നേരത്ത് ജോർജ് രാജാവിന്റെ കാലത്താണ്. അപ്പൊ ജോർജ് രാജാവ് ചോദിച്ചു, അങ്ങേക്ക് എന്താണ് വേണ്ടത് ഇവിടുന്ന്? കാരണം ഇംഗ്ലണ്ടിൽ താമസിക്കുകയും കാണുകയൊക്കെ പോകാൻ നേരത്ത് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുമല്ലോ. അപ്പൊ എന്തൊക്കെയാണ് താല്പര്യപ്പെട്ടത്, അതെല്ലാം കപ്പലെ കയറ്റി കൊടുത്തു വിടാൻ വേണ്ടി. എന്താണ്? സൗദി രാജാവ് മടിച്ച് ഒരു കാര്യം പറഞ്ഞു, എനിക്ക് ഒരു താല്പര്യം ഉണ്ടായിരുന്നു. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് ഫോസറ്റ് കിട്ടിയാൽ കൊള്ളായിരുന്നു. ഫോസറ്റ് എന്ന് പറഞ്ഞാൽ വാട്ടർ ടാപ്പ്. കാരണം സൗദിയിൽ തീരെ വെള്ളമില്ലല്ലോ. ഇത് കുറച്ചെണ്ണം തന്ന അവരെ കൊണ്ട് വെക്കുകയാണെങ്കിൽ വെള്ളക്ഷാമം, കാരണം പുള്ളി നോക്കിയപ്പോ തിരിക്കുമ്പോൾ എല്ലാം വെള്ളം വരുന്നുണ്ട്. ഇങ്ങനത്തെ കുറെ കിട്ടിയാലേ. അപ്പൊ ഈ ജോർജ് രാജാവിന് വലിയ സങ്കടം വന്നു. പുള്ളി എക്സ്പ്ലെയിൻ ചെയ്തു, ഇതെങ്ങനെ അവിടെ ഇത്തിരി കൊണ്ട് അവിടെ വെച്ചിട്ട് കാര്യമില്ല, കാരണം വാട്ടർ കണക്ഷൻ ഇല്ലല്ലോ സൗദിയിൽ. അപ്പൊ
എന്ന് പറഞ്ഞാൽ സൗദി രാജാവിനേക്കാൾ കിഴങ്ങന്മാരാണ് ഇവന്മാർ. പിന്നെ സൗദി രാജാവിന് അവന്റെ വർഗ്ഗഗുണം കൊണ്ട് അത്ര ഓക്കത്തരല്ലേ അവൻ പറയുന്നത്. അവന് വാട്ടർ ടാപ്പ് കിട്ടിയാൽ കൊള്ളാന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ പോലെയാണ് ഇവര് ഈ ബൈബിളുമായിട്ട് സോഴ്സുമായിട്ട് ഒരു കണക്ഷനും ഇല്ല. ദയനീയം എന്നേ പറയാനുള്ളൂ, ദയനീയം. അതിന്റെ ഒരു വലിയൊരു അപകടം എനിക്ക് പറ്റിയൊരു അബദ്ധം എന്ന് പറയാൻ വേണം. നമ്മുടെ ഈ മണ്ടാടുകോല ബസ് സ്റ്റാൻഡിനകത്ത് അടിച്ചുകൊണ്ടിരുന്ന സമയത്ത് സ്ഥിരമായിട്ട് ഞാൻ അവിടെ വന്നിട്ടാണ് ഈ ബസ് കയറി പോകുന്നത്. അപ്പൊ അവിടുത്തെ ഈ ബസ് സ്റ്റാൻഡിൽ നമ്മൾ അവിടെ ഇരിക്കുകയാണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ഉള്ള ആ ഭിത്തിയില് അല്ലെ മതിലേല്, അതായത് നമ്മുടെ ഈ പുരുഷൻ തൊട്ടിയോട് ചേർന്നുള്ള ആ മതിലേല് കുറെ വേദപുസ്തക വാക്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അതൊരു വാക്യം സെന്റ് തോമസ് ബേക്കറുടെ പുറകിൽ അതെ. അപ്പൊ അവിടെ ഒരു വാക്യം എഴുതിയിട്ടുണ്ട്, യാതൊരുത്തിന്റെ മേലും വേഗത്തിൽ കൈവയ്ക്കരുത്. അപ്പം അതിന് പശ്ചാത്തലം ഷുബിച്ചാന് മനസ്സിലായി കാണും. അവിടെ കൈവപ്പ് നടക്കുന്ന സ്ഥലമല്ലേ. അപ്പൊ ഈ ചെറിയ അടിപിടിയൊക്കെ ഉണ്ടാകുന്നവർക്ക് കാണാൻ വേണ്ടി എഴുതി വെച്ചിരിക്കുന്നതാണ്. അപ്പൊ ഞാനും ഓർക്കുകയും ചെയ്തല്ലോ, ഇത് നല്ല കാര്യമാണല്ലോ, ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും അടിപിടിക്കുവാനായിട്ട് പറ്റിയൊരു വാക്യമാണല്ലോ എഴുതി വെച്ചിരിക്കുന്നത്. പക്ഷെ പിന്നീടാണ് മനസ്സിലായത് സഭ അത് യഥാർത്ഥത്തിൽ ഉദ്ദേശിച്ചിരിക്കുന്നത് യാതൊരുത്തിനും വേഗത്തിൽ കൈവെപ്പ് കൊടുക്കരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ അപ്പുറം മൊണാർക്ക് ബാറുണ്ടല്ലോ, ബാറിന്റെ അവിടെ ഉണ്ടായിരുന്നല്ലോ, വേറെ വെള്ളം മാത്രം കുടിക്കാതെ അല്പം വീഞ്ഞും കൂടെ സേവിക്കുക. അപ്പൊ അവരെ അടിപിടിക്കാതിരിക്കാനാണ് ഒരാൾ അത് ഉദ്ദേശിച്ചിരിക്കുന്നത്. വേഗത്തിൽ കൈവയ്ക്കരുത്, സാവധാനത്തിലൊക്കെ കൈവയ്ക്കാം, എന്നാലും വേഗത്തിൽ കൈവയ്ക്കരുതെന്ന് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പം എത്ര തെറ്റായ രീതിയിലാണ് സഭയിൽ നിന്ന് ബൈബിൾ അടർത്തി മാറ്റുമ്പോൾ അതിന്റെ വ്യാഖ്യാനങ്ങൾ മാറിപ്പോകുന്നു. അത് നമ്മളിപ്പോ ഞാൻ എന്റെ സഭയെ പണിയും, യേശുവാണ് ഞാൻ എന്റെ സഭയെ, അത് എത്ര രീതിയിൽ അത് വായിക്കാം. ഞാൻ എന്റെ സഭയെ പണിയും എന്ന് പറഞ്ഞാൽ വേറൊരുത്തിന് പണിയണ്ടാ പോയി, പിന്നെ അർത്ഥമായി. ഇപ്പൊ ഞാൻ എന്റെ സഭയെ പണിയും, അല്ല നിന്റെ സഭ പണിയാനും വേറൊരുത്തിന്റെ സഭ പണിയാനും എനിക്ക് നേരമില്ല, ഞാൻ എന്റെ സഭയെ പണി, അങ്ങനെ വേണം വ്യാഖ്യാനിക്കാം അല്ലേ. ഞാൻ എന്റെ സഭയെ പണിയും എന്ന് പറഞ്ഞാൽ കോഴിക്കോടല്ല ഞാൻ പണിയുന്നത്, സഭയാ പണിയുന്നത്, അങ്ങനെ വേണം വ്യാഖ്യാനിക്കാം. ഞാൻ എന്റെ സഭയെ പണിയും എന്ന് പറഞ്ഞാൽ ഞാൻ പണിയും, അല്ലാതെ പെയിന്റ് അടിക്കുകയല്ല ആകുകയും. എന്തെല്ലാം രീതി വ്യാഖ്യാനിക്കാം. അപ്പൊ ഒരു വാക്യമാണ്, പക്ഷെ ആ വാക്യം എന്താണ് അതിന്റെ ഒറിജിനൽ, പറഞ്ഞ ആളെന്താണ് ഉദ്ദേശിച്ചത്, കേട്ടവരെന്താണ് ഗ്രഹിച്ചത്, അതിന് കോണ്ടെക്സ്റ്റ് പഠിക്കണം. അപ്പൊ ഇവരെ സംബന്ധിച്ച് ഒരു ബൈബിളും കിട്ടി, കുറച്ച് ടെക്സ്റ്റ് വായിച്ച് അവരുടെ ഇഷ്ടത്തിന് വ്യാഖ്യാനിക്കുക, സ്വന്തമായ ഇഷ്ടത്തിന്. ഞാനും ആ സെയിം കൾപ്രിറ്റ്, ഞാൻ 25 വർഷം അതേ കുറ്റകൃത്യം ചെയ്ത ആളാണ്. അതുകൊണ്ടാണ് ഇപ്പൊ പറയുന്നത്, കോണ്ടെക്സ്റ്റ് അറിയാതെ ചുമ്മാ ടെക്സ്റ്റ് വായിച്ച് അതും ഇതും പറയും. അതുപോലെ തന്നെ ബൈബിള് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ അതിനകത്ത് ചില ട്രിക്ക് പണികൾ നടത്തിയിട്ടുണ്ടല്ലേ. അതായത് ഈ പാരമ്പര്യം എന്നുള്ള വാക്ക് ബോധപൂർവം മാറ്റി അത് പ്രമാണം എന്നൊക്കെ എഴുതി ചേർത്ത് അത് വളരെ മനോഹരമായിട്ട് ഹൈഡ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങളിലുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ആശയങ്ങൾ അറിയത്തില്ല. ഇപ്പൊ തന്നെ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു, സ്വർഗവും ആകാശവും ഭൂമിയും കടന്നു പോകുന്നു. ആകാശവും ഭൂമിയും പറഞ്ഞ യെരുശലേം ദൈവാലയത്തെ കുറിച്ച് പറയുന്നത്. അതുപോലെ ഈ മല ചാടി കടലിൽ പോകുന്നു പറഞ്ഞാൽ യെരുശലേമിന്റെ തകർച്ചയാണ്, അല്ലാതെ മല കടലിൽ ചാടിക്കാനുള്ള ട്രിക്കൊന്നും. എന്നിട്ട് എത്രയോ പാവങ്ങൾ യേശുവിന്റെ നാമത്തിൽ എന്ന് പറഞ്ഞ് എന്തെല്ലാം ശാസിക്കുക വത്സിക്കുക ഇതുമല്ല നടക്കുന്ന കാര്യമാണ്. എന്നിട്ട് ഇന്നലെ ഞാൻ കണ്ടു ഒരുത്തൻ നിന്ന് പ്രസംഗിക്കുന്നേ, നിങ്ങൾ ചിന്തിക്കൂ അത് സംഭവിക്കും. അപ്പൊ എനിക്ക് വളരെ സങ്കടം തോന്നി. എനിക്ക് അവന്റെ അഡ്രസ് കിട്ടിയ നീ എന്തെങ്കിലും ഒന്ന് സംഭവിപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കണമെന്നുണ്ട്. ഈ വലിയ വിശ്വാസമൊക്കെ പറയുന്നവരുടെ അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും നടന്നതെന്ന് ചോദിച്ചാൽ ഒന്നും നടക്കുന്നില്ല. ദിലീപ് കുര്യൻ ഞാൻ നോക്കിയിട്ട് ഔട്ടായി പോയെന്ന് തോന്നുന്നു. എന്താ പറ്റി? ഡിസ്കണക്ട് ആയിപ്പോയി, എന്താണെന്നറിയില്ല, പെട്ടെന്ന് സ്റ്റക്കായി. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലോസ് ചെയ്യാം. ഇനിയിപ്പോ അടുത്ത ദിവസം നമുക്ക് തുടരാം അല്ലേ? ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ചോദ്യം ഉണ്ട്, എനിക്ക് തോന്നുന്നു രക്ഷയെ കുറിച്ചൊക്കെയാണ്. അത് നമുക്ക് അടുത്ത ലൈവില് എടുക്കാം. ഓക്കെ.
വന്ദിച്ചിടുന്നു. കരുണാനിധിയാം ഞങ്ങളുടെ കർത്താവേ സ്തുത്യം നീയേ. ന്യായദിനമിന്നുയരത്തിൻ ദ്വാരങ്ങൾ തുറക്കപ്പെട്ടു. ഊഴിയിൽ മൃതരായി വീണിയവർ ഉൾശരണമുറപ്പുണ്ടായി. ഓരാനീശോ നിന്നു കാണാൻ സൃഷ്ടികൾ മോദിച്ചെല്ലാം. മൃതമീ അവരെ കബറുൾ പോയി കണ്ടതിനാൽ സ്തുതി ചെയ്യുന്നു. ഏകസുതൻ താനുയർപ്പൂണ്ടി പരിശുദ്ധമതാം ദിവസത്തിൽ മശിഹാ ജീവിച്ചിടുകയാൽ മൺവിണ്ണുലകുകൾ